ഒരു പിതാവ് തന്റെ മകനോട് ഒരു ഗ്ലോബ് ഒരു കടലാസിൽ ഒരു പേപ്പറിൽ വരച്ചിട്ട് അതിന്റെ എല്ലാ ഭാഗങ്ങളും ഏതൊക്കെ വൻകരകൾ ഏതൊക്കെ സ്ഥലങ്ങൾ എല്ലാം നോക്കി വെക്കാൻ പറഞ്ഞു മകനോട്. എന്ന് പറഞ്ഞിട്ട് ഇതിനെങ്ങനെ കടലാസ് ഇങ്ങനെ നശിപ്പിച്ച് കീറിയെടുത്തതിന് ശേഷം അതിനെ ഒന്നാക്കണം എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. മനസ്സിലായല്ലോ? ഇപ്പൊ ഇവിടെ ഒരുപാട് ഉസ്താദന്മാരെ പേര് എഴുതിയിട്ടുണ്ട്. അതിങ്ങനെ നശിപ്പിച്ച് വലിച്ചു കീറിയതിനു ശേഷം മകന്റെ കൊടുത്തിട്ട് അതിനെ ചേർത്ത് തരാൻ പറയും. കറക്റ്റാക്കി ചേർത്ത് തരണം, അതാണ്. അപ്പൊ പിതാവ് മകനോട് പറഞ്ഞു, ഈ വൻകരകൾ മുഴുവനും നോക്കി വെക്കുക, വൻകരകൾ മുഴുവനും നോക്കി വെക്കുക. എന്നിട്ട് ഇതിനെ ഞാനിങ്ങനെ കീറിയതിനു ശേഷം നിന്റെ കയ്യിൽ തരും. അതിനെ വീണ്ടും എല്ലാ കരകളും കറക്റ്റാക്കി ഗ്ലോബിനെ കറക്റ്റാക്കി എന്റെ കയ്യിൽ തരിക. മകൻ പറഞ്ഞു, സമ്മതിച്ചു, ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. ആദ്യം നശിപ്പിക്കാത്ത കടലാസിനെ മകന്റെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു. നോക്കി പഠിക്കാൻ പറഞ്ഞു. മകൻ പഠിച്ചു. രണ്ടാമത് അതിനെ പിതാവ് നശിപ്പിച്ചതിന് ശേഷം മകന്റെ കയ്യിലേക്ക് കൊടുത്തു, കറക്റ്റ് ചെയ്യാൻ പറഞ്ഞു. ആ സമയത്ത് മകൻ ആകെ ഇങ്ങനെ എല്ലാം ഒരുപോലെ ഇരിക്കുകയാണ്. അറ്റവും പാലും ഒക്കെ നോക്കിയിട്ട് ആകെ പ്രശ്നമാണ്. പക്ഷെ തിരിച്ച് ആ പത്രത്തിന്റെ കടലാസിന്റെ മറുഭാഗം നോക്കുമ്പോ ഒരു മനുഷ്യന്റെ രൂപമായിരുന്നു. അപ്പൊ മറുഭാഗം കറക്റ്റ് ആയാൽ ഇപ്പുറത്തെ ഭാഗം കറക്റ്റ് ആകുമെന്ന് ആർക്ക് മനസ്സിലായി? മോന് മനസ്സിലായി. മറുഭാഗത്തൊരു മനുഷ്യന്റെ ശരീരഭാഗമായിരുന്നു. അപ്പൊ ചെവി ഇരിക്കേണ്ട ഭാഗത്ത് ചെവി, കണ്ണിരിക്കേണ്ട ഭാഗത്ത് കണ്ണ്, കാലിരിക്കേണ്ട ഭാഗത്ത് കാല്, മൂക്കിരിക്കേണ്ട സ്ഥലത്ത് മൂക്ക് എല്ലാം വെച്ചു കൊടുക്കുമ്പോൾ ഇപ്പുറം റെഡിയാകുമ്പോൾ ഈ കടലാസിന്റെ നേരെ മറുഭാഗത്തുള്ള ഗ്ലോബ് റെഡിയാകുമെന്ന് ആർക്ക് മനസ്സിലായി? മകന് മനസ്സിലായി. അങ്ങനെ മകൻ വലിയ അത്ഭുതം പോലെ മനുഷ്യനെ റെഡിയാക്കിയിട്ട് തിരിച്ചു വെച്ചപ്പോ ഗ്ലോബ് റെഡിയായി. ആ സമയത്ത് വാപ്പ പറഞ്ഞു, മോൻ ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? മോൻ പറഞ്ഞു, എനിക്ക് പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ല. വാപ്പ പറഞ്ഞു, ഒരു മനുഷ്യന്റെ രൂപം, ഒരു മനുഷ്യന്റെ ഭാവം, ഒരു മനുഷ്യൻ അവൻ നന്നായാൽ ഈ ലോകം തന്നെ നന്നായി എന്നാണ്. അവൻ ശരിയായാൽ ലോകം ശരിയായി. ഒരു മനുഷ്യൻ ശരിയായാൽ അവന്റെ കുടുംബം നന്നായി. ഒരു പെണ്ണ് നന്നായാൽ അവളെ ഭർത്താവ്, അവളുടെ മക്കളൊക്കെ മാഷാ അല്ലാഹ് വല്ലാത്ത സ്വലാഹിയത്തിന്റെ മധുരവും സുഖവും അനുഭവിക്കുന്നവരായി. ഒരു ആണ് നന്നായാലും അങ്ങനെ തന്നെയാണ്. അതിനുള്ള മാർഗങ്ങളിലേക്കാണ് പേരാൽ കണ്ണൂരിന്റെ പരിശുദ്ധമായ ഈ രാത്രിയിൽ ഈ മജ്‌ലിസിനെ കൊണ്ടുപോകാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന ഏറ്റവും വലിയ നിഅമത്ത് എന്ത് എന്ന് അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിനോട് ചോദിച്ച ഒരു രാത്രി ഉണ്ടായിരുന്നു. അള്ളാഹു നിങ്ങൾക്ക് തരുന്ന ഏറ്റവും വലിയ നിഅമത്ത്, അള്ളാഹു ഒരു മനുഷ്യന് കൊടുക്കുന്ന ഏറ്റവും വലിയ മഹാത്ഭുതം, ഏറ്റവും വലിയ സമ്മാനം എന്ത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തിനോട് ചോദിക്കുമ്പോൾ സഹാബികൾ പലതും പറയുന്നുണ്ട്. വീടാകാം, ആരോഗ്യമാകാം, സമ്പത്താകാം, അതൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി കേട്ടാൽ ഇവിടെ ഇരിക്കുന്ന ആ സമ്മാനം കിട്ടിയവരുടെ കണ്ണ് നിറഞ്ഞൊഴുകും, ആ സമ്മാനം കിട്ടാത്തവരുടെ കണ്ണ് ചിലപ്പോൾ നിറയും. അള്ളാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അൽ മർഅത്തു സ്വാലിഹ, ഒരു മനുഷ്യന് അല്ലാഹു കൊടുക്കുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യം അവന്റെ സ്വാലിഹത്തായ ഭാര്യയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നൗഷാദ് ബാഖവി ഇങ്ങനെ ഓരോ നാടിൽ നിന്ന് ഇന്നലെ കണ്ണൂർ ഇരുട്ടിയിൽ പ്രസംഗിച്ചു, ഇന്നിവിടെ പ്രസംഗിച്ചു, നാളെ കണ്ണൂർ പാനൂർ പ്രസംഗിക്കുന്നു, പകൽ സമയത്ത് വടവൂർ മുഹമ്മദ് സ്ഥാന്റെ ചാരത്ത് പോയി ഉറൂസിന്റെ അത്ഭുതത്തിന്റെ പതാക ഉയർത്തുമ്പോൾ അതിന്റെ ചുവടെ നിന്നുകൊണ്ട് പൊട്ടിക്കരയാൻ, പൊരുത്തം തേടാൻ, ആ കാൽപാദത്തിന്റെ മണൽത്തരികളോടൊപ്പം ഇടുകിച്ചേരാൻ കൊതിയോടെ കാത്തിരിക്കുന്നു. രാത്രി പാനൂര് പ്രസംഗിക്കുന്നു. പക്ഷേ ഈ യാത്രയിൽ എനിക്ക് മാനസികമായ സന്തോഷമുണ്ടാകണമെങ്കിൽ, ഈ ജീവിതത്തിൽ ഞാൻ സംതൃപ്തനാകണമെങ്കിൽ, ഈ ജീവിതത്തിൽ എനിക്ക് അല്ലാഹു അഭിവൃദ്ധി തരണമെങ്കിൽ, ഐശ്വര്യം തരണമെങ്കിൽ, എന്റെ മനസ്സിന് റാഹത്ത് വേണമെങ്കിൽ, എന്റെ വീട്ടിന്റെ അകത്തിരുന്നു കൊണ്ട് എനിക്ക് ദുആ ചെയ്യുന്ന, എന്നെ പ്രതീക്ഷിച്ച് കഴിയുന്ന, എന്നെ മനസ്സറിഞ്ഞ് സ്നേഹിക്കുന്ന എന്റെ പ്രിയപ്പെട്ട ഭാര്യ, ആ ഭാര്യ സ്വാലിഹത്താകണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാലേ രക്ഷയുള്ളൂ.
ഇവിടെ എത്ര ഉറൂസ് കമ്മിറ്റി ഉണ്ടായാലും, ഇവിടുത്തെ ജമാഅത്ത് കമ്മിറ്റി എത്ര വിപുലമായ പ്രഖ്യാപനങ്ങളും വിജ്ഞാപനങ്ങളും നടത്തിയാലും അവർ ഈ മഖാമിന്റെ ചുറ്റുവട്ടത്തിലൂടെ പ്രസിഡന്റായി, സെക്രട്ടറിയായി, കൺവീനറായി, ട്രഷററായി നെഞ്ചു വിരിച്ചുകൊണ്ട് ഖിദ്മത്തിന്റെ കൊട്ടാരത്തിന്റെ രാജാവായിട്ട് നടന്നു പോകുമ്പോഴും വീട്ടിലേക്ക് ചെല്ലുമ്പോ തന്റെ പ്രിയപ്പെട്ടവൾ സോലിഹത്തല്ലെങ്കിൽ അയാൾക്ക് ജീവിതത്തിൽ അഭിനയിക്കേണ്ടി വരും. സമാധാനം ലഭിക്കൂല, സ്വസ്ഥത ലഭിക്കൂല, ജീവിതം വളരെ പരാജയപ്പെട്ടു പോകുന്നതാണ്. 4 വർഷം കൊണ്ട് ഇവിടെ ജീവിക്കുന്ന, നിങ്ങളോടൊപ്പം ജീവിക്കുന്ന പിന്നെ മിസ്ബാഹി ഉസ്താദ് ദറസുണ്ടല്ലോ ഇവിടെ. അൽഹംദുലില്ലാ, അള്ളാഹു ദറസിൽ വലിയ ബറക്കത്ത് കൊടുക്കട്ടെ. പല സ്ഥലത്തും ദറസൊക്കെ തീർന്നു. ക്യാൻറ്റീൻ ഉണ്ടോ? ഭക്ഷണം വീട്ടിൽ അങ്ങനെയാണ്? വീട്ടിൽ ഭക്ഷണം ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ. വീടുകളിൽ ഭക്ഷണമുള്ള ദറസ് വല്ലാത്ത സന്തോഷം. അല്ലാഹുവേ ആ ബറക്കത്ത് നീ നിലനിർത്തണേ റഹ്മാനെ. അല്ലാഹുവേ ആ മക്കൾ പഠിക്കുന്ന ഇൽമിന്റെ പ്രകാശം ഈ പേരാൽ കണ്ണൂരിന്റെ മണൽത്തരികൾക്ക് നീ കൊടുക്കണം റഹ്മാനെ. ഈ പൊന്നുമക്കൾക്ക് ഭക്ഷണം കൊടുക്കുന്ന ഉമ്മമാരെ, ഉപ്പമാരെ അല്ലാഹുവേ നീ നിരാശപ്പെടുത്തല്ല റബ്ബേ. ഭക്ഷണത്തിൽ ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്. വലിയ സന്തോഷം. ഞാൻ 6 വർഷം ദറസിൽ പഠിച്ചപ്പോൾ 3 നേരവും വീട്ടിൽ പോയാണ് ഭക്ഷണം കഴിച്ചത്. അവസാനത്തെ 2 വർഷമായപ്പോൾ ഉസ്താദ് പറഞ്ഞു, ഇനി രാവിലെയും ഉച്ചയ്ക്കും ഭക്ഷണം കഴിക്കാൻ വീടുകളിലേക്ക് പോകണ്ട, എനിക്ക് വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന ഭക്ഷണത്തിന്റെ ബഖിയത്ത് ബാക്കി തന്നെ കഴിക്കാം എന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ. അങ്ങനെ ഉസ്താദിന്റെ ഭക്ഷണമാണ് പിന്നെ കഴിച്ചത്. അതൊക്കെ വലിയ ബറക്കത്താണ്. അതൊക്കെ അള്ളാഹു തരും. കുറച്ച് കസേരവണയും മുമ്പോട്ട് നീക്കിയിടണോ? കുറച്ചുകൂടെ നീക്കിയിടണോ? ഇവിടെ നിന്ന് നീക്കണ്ട, അവിടെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നീക്കിയിട്ടോളൂ കേട്ടോ. ഫ്രണ്ടിൽ നിന്ന് നീക്കിയാൽ ബോക്സിന്റെ വോളിയം കിടങ്ങ് കേൾക്കാൻ പറ്റില്ല. ഏറ്റവും പുറകിൽ നിന്ന് അല്പം ഇങ്ങനെ ഫ്രണ്ട് റോ മാറ്റാതെ അവിടെ നിന്ന് ഇങ്ങോട്ട് അല്പം നീങ്ങിയാൽ കുറച്ചുകൂടെ ആളുകൾക്ക് അവിടെ കസേരയിട്ടിരിക്കാൻ പറ്റും. നിൽക്കുന്നവരെ വീണ്ടും ഞാൻ ക്ഷണിക്കുകയാണ്, ഈ സദസ്സിൽ വന്നിരുന്നാൽ നല്ല റാഹത്തായിട്ട് വിഷയം പറഞ്ഞ് നിങ്ങൾ ആരെയും മരവിപ്പിക്കുന്ന പിരിവോ അരോചകത്വമാകുന്ന ലേലം വിളിയോ ഒന്നുമില്ല. ലാസ്റ്റ് ഒരു ബക്കറ്റ് കൊടുത്തു വിടും. അത് നിങ്ങൾ എടുത്തുകൊണ്ട് പോകാതെ തിരിച്ചിങ്ങ് തന്നാൽ മതി, പൈസ ഇട്ടില്ലേ. വരി, എല്ലാവരും വരി. അൽഹംദുലില്ലാ. അപ്പൊ മിസ്ബാഹി ഉസ്താദ് വലിയ റാഹത്തിൽ ദർസൊക്കെ നടത്തി അങ്ങനെ ഇരിക്കുന്നു. ഒരു ദിവസം ഉസ്താദ് ഇങ്ങനെ ദർസെടുക്കുമ്പോൾ മുതഅല്ലിമീങ്ങൾ പരസ്പരം പറയാണ്, ഉസ്താദിന് എന്തോ കാര്യമായ വിഷമമുണ്ട്. ഉസ്താദ് തഫ്സീറൊക്കെ എടുത്തിട്ട് അല്ലെങ്കിൽ അജ്നാസ് സൂറയും കുബറയൊക്കെ എടുത്തിട്ട് ആകെ ഉസ്താദ് ആകെ അങ്ങോട്ട് പിടച്ചിരിക്കുകയാണ്. ഉസ്താദിന്റെ സംസാരത്തിൽ എന്തോ സങ്കടമുള്ളത് പോലെ. ചെറിയ കുട്ടികൾ തന്നെ പറയും, വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവിടെ, അതാ വൈഫ് ശരിയല്ലെങ്കിൽ എങ്ങനെയാണ് മനുഷ്യൻ ജീവിക്കുക, അതന്നെ ചെറിയ കുട്ടികൾക്ക് പോലും മനസ്സിലാവും. അപ്പോ ഉസ്താദിനോട് മഹലിലെ ആളുകൾ പറയും, ഉസ്താദ് എന്തോ മുഖത്തൊരു വാട്ടമൊക്കെ ഉണ്ടല്ലോ. ഉസ്താദ് കുഴപ്പമില്ല, അൽഹംദുലില്ലാ, റാഹത്താണ്, പ്രശ്നമൊന്നുമില്ല, അതൊക്കെ എങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പറയുന്ന ഒരാൾ വീട്ടിൽ പ്രശ്നമുണ്ടെന്നാണ് അർത്ഥം. ഇതുകൊണ്ട് ഭാര്യക്ക് എന്ത് നേട്ടം കിട്ടുക? മിസ്ബാഹി ഉസ്താദിന്റെ ഭാര്യ കാണാൻ ലൈവ് കാണുകയാണ്, എന്തോ അല്ലാഹുവേ തിരിച്ചെല്ലാം ഇടിച്ചു നോക്കും. നിങ്ങൾ ബാക്കവീരെടുത്ത് നമ്മുടെ രഹസ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ കൊച്ചു കള്ളാന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നമാക്കും. അള്ളാഹു കുടുംബജീവിതത്തിൽ പറയുന്നത് ഒന്നും പറഞ്ഞില്ലേ, സലാം മാത്രമേ പറഞ്ഞോളൂ, ഒന്നും ചോദിക്കാൻ സമയം പോലും കിട്ടിയില്ല. നേരെ സ്റ്റേജിൽ കയറിയത്, അടി ഉണ്ടാക്കല്ലേ, നല്ലൊരു ജീവിച്ചോളി, കുടുംബജീവിതം പറഞ്ഞു കുടുംബ കലഹമല്ല റബ്ബേ. അല്ലാഹ് പടച്ചോനെ, അല്ല ഉസ്താദ് പാവം, അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഉദാഹരണം പറഞ്ഞാട്ടോ. അപ്പോ ഇങ്ങനെ ഓരോരുത്തരെയും പറയാം, ഇതുപോലെ ഓരോരുത്തർക്കും പറയാം. എന്റെ ഭാര്യ എന്നോടൊന്ന് മോശമായി പെരുമാറിയാൽ എന്റെ പ്രസംഗം വന്ന് പതറൂലേ, ടെൻഷൻ ഉണ്ടാവൂലേ, മാനസിക പ്രയാസം ഉണ്ടാവും, സഹിക്കാൻ കഴിയൂല. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യമായി മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിറങ്ങിയപ്പോ ആ ഭയപ്പാടിന്റെ, ആ വിറക്കലിന്റെ, ആ ശരീരം ചൂടാവലിന്റെ ദിവസം ഓടിപ്പോയത് എവിടേക്കാണ് റബ്ബേ? അന്ന് അറേബ്യൻ മണ്ണിൽ പുന്നാര ഹബീബിന്റെ കൂടെ നിൽക്കാൻ ആളുള്ള സമയമാണ്. എന്തു പറഞ്ഞാലും മുഹമ്മദിനോടൊപ്പം നിൽക്കാൻ ആളുള്ള പകലും രാത്രിയുമാണ്. ആ സമയത്ത് പോയത് എവിടെയാ? ഇലാ ഹളറത്തി ഖദീജ, മക്കയിലെ റാണിയെന്നും ഷഹീറ, മണിവിളക്ക് ദീനിനെന്നും നസീബ, മുത്ത് നബിയെ വരിച്ച ഖദീജ, മാണിക്കക്കല്ലിന്റെ നാമം സുഹൂറ. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹദറത്തിലേക്ക് ഓടിച്ചെന്നിട്ട് പറയുന്നു, ഖദീജ സമ്മിലൂനി ഖദീജ,
ആ പുതപ്പ് കൊണ്ടൊന്ന് മൂടിത്തരൂ ഖദീജ. പുതപ്പെടുത്ത് മൂടിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ പോയില്ല. പുതപ്പെടുത്ത് മൂടിയിട്ട് മാറിപ്പോയില്ല. ആ പുതപ്പ് കൊണ്ട് ശരീരത്ത് മൂടിയിട്ട് ഖദീജ റളിയല്ലാഹു അൻഹ തന്റെ കൈ കൊണ്ട് തലയിലൂടെ താഴേക്ക് ഇങ്ങനെ തടകിയിട്ട് തലോടിയിട്ട് പറയുന്നു, മാ യുഹ്സികല്ലാഹു അബദാ. നബിയേ മുഹമ്മദേ, പ്രിയപ്പെട്ടവരെ, അങ്ങയെ അല്ലാഹു പരാജയപ്പെടുത്തൂല, അങ്ങ് നിരാശനാകൂല, അങ്ങ് പരാജയപ്പെടൂല, അങ്ങ് തളരൂല, അങ്ങ് തകരൂല. ഞാനുണ്ടല്ലോ അങ്ങയുടെ കൂടെ. അങ്ങയോടൊപ്പം ഒരുപാട് നന്മയുള്ള മനസ്സല്ലേ അങ്ങയുടെ ഉള്ളിലുള്ളത്. ഇതൊരു പെണ്ണു പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പേരാൾ കണ്ണൂരിലെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് പറയുകയാ, കറാമത്തിന്റെ ഇതിഹാസം തീർത്തുകൊണ്ട് ഇവിടത്തെ രാജകുമാരനായി കിടന്നുറങ്ങുന്ന ഈ മഹാനായ പനമ്പൂര് സീതി വലിയുല്ലാഹി നവ്വറല്ലാഹു മർഖദഹു അവരുടെ ചാരത്ത് വന്നിരിക്കുന്ന നിങ്ങളൊന്ന് നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചിന്തിച്ച്, എന്റെ ഭർത്താവിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറിയതല്ലാ. കച്ചവടം പൊളിഞ്ഞപ്പോ ഞാനും വിഷമിപ്പിച്ചോ, പ്രയാസം വന്നപ്പോ ഞാനും സങ്കടപ്പെടുത്തിയോ, കടം ഒരുപാട് വന്നുപോയപ്പോ ഞാനും കളിയാക്കിയോ, വീടില്ലാത്തത് കൊണ്ട് എന്റെ ഭർത്താവിനെ പരിഹരിച്ചോ, ഞാൻ ആവശ്യപ്പെടുന്ന ആഭരണങ്ങളും ഉടയാടകളും വാങ്ങിത്തരാത്തത് കൊണ്ട് എന്റെ പ്രിയപ്പെട്ടവനെ ഞാൻ പുച്ഛിച്ച് തള്ളിയോ പടച്ചോനെ. ഒരു സെക്കൻഡ് ഒന്ന് ചിന്തിക്കുന്നൊരു നല്ലതാ പൊന്നുമോളെ. എത്ര കൊല്ലം കൊണ്ട് വിദേശ രാജ്യത്ത് കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെട്ട പാവപ്പെട്ട ഭർത്താവ് ഒടുവിൽ ജോലി പോയി നാട്ടിലേക്ക് മടങ്ങി വരുമ്പോ പ്രായപൂർത്തിയായ മോളുണ്ടെന്ന് നിങ്ങൾക്ക് ബോധമില്ലേ? എന്ത് തോന്നിവാസമാ നിങ്ങൾ കാണിച്ചത്? ഗൾഫിൽ നിന്ന് തിരികെ കയറി വരാൻ നിങ്ങൾക്ക് എങ്ങനെയാ തോന്നിയത്? നമുക്ക് 4 മക്കളല്ലേ, വീട് വെക്കണ്ടേ, മക്കളെ കെട്ടിക്കണ്ടേ എന്ന് പറയുന്നതിന് പകരമായിട്ട് ആ നെറുകയിൽ ഒരു മുത്തം കൊടുത്തിട്ട് തലോടിയിട്ട് നിങ്ങൾ കരയണ്ടയ്ക്കാ, നിങ്ങൾ സങ്കടപ്പെടണ്ട. അല്ലാഹു ഉണ്ടല്ലോ, പടച്ചവൻ സഹായിക്കുമല്ലോ, ഞാൻ സഹിച്ചുകൊള്ളാ, നമുക്ക് ഒരുമിച്ച് ക്ഷമിച്ചുകൊണ്ട് മുന്നേറാ. ഒരു വാക്കെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന് കള്ളുകൂടി തുടങ്ങൂലായിരുന്നു. ഒരു വാക്കെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അവന്റെ മനസ്സ് തകർന്നു പോകൂലായിരുന്നു. എന്റെ പൊന്നുമോളെ, നിന്റെ കയ്യിലാ പൊന്നുമോളെ കുടുംബജീവിതം. ഭർത്താവ് നിന്റെ കയ്യിലാ, മക്കള് നിന്റെ കയ്യിലാ, സന്തോഷം നിന്റെ കയ്യിലാ, സങ്കടം നിന്റെ കയ്യിലാ, സർവ്വതും നിന്റെ കയ്യിലാണ്. അതുകൊണ്ട് പേരാൾ കണ്ണൂര് വന്ന പൊന്നുമോളെ, നഷ്ടപ്പെട്ടു പോയ കുടുംബജീവിതത്തിന്റെ കണ്ണിയെ ചേർത്ത് വെക്കാ. അതിന് നിനക്ക് സാധ്യമാകണം ഈ രാത്രിയിലൂടെ. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഏറ്റവും വലിയ ഭാഗ്യം മർഅത്തു സ്വാലിഹ എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാ. എവിടെ പോയാലും നമുക്ക് വിജയിക്കാൻ പറ്റും. ഏത് പ്രതിസന്ധികളെയും നമുക്ക് തരണം ചെയ്ത് മുന്നേറാനുള്ള വലിയ ഇസ്സത്ത് അല്ലാഹു തരും. വലിയ ഭാഗ്യമാണ്. തളരൂല. സ്വാലിഹത്തായ ഭാര്യയെ കിട്ടിയവൻ ഒരു സ്ഥലത്തും തളരൂല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എത്ര രോഗം അല്ലാഹു കൊടുത്തു. ശരീരത്തിൽ നിന്ന് അടർന്നു വീണു എന്നാണ് പറയാ. പിന്നെ മഹാന്മാര് പറഞ്ഞിട്ടുണ്ട്, അത്ര മോശമായിട്ട് അയ്യൂബ് നബിയുടെ അസുഖത്തെ പറയാൻ പാടില്ല, അതുകൊണ്ട് പറയാത്തതാണ്. ആ ശരീരത്തെ തോളത്തേക്ക് എടുത്തു വെച്ചു എന്ന് ചരിത്രം പറയാണ്. ആര്? ഭാര്യ. നാട്ടുകാർ എറിഞ്ഞോടിച്ചു, കൊണ്ടു നടന്നു. അയ്യൂബ് നബി ചോദിച്ചു അവളോട്, റഹ്മത്തു ബീവി എന്ന ഭാര്യയോട് ചോദിച്ചു, പ്രിയപ്പെട്ടവളെ, നിനക്കെന്തേ എന്നോട് വെറുപ്പ് തോന്നാത്തത്? എല്ലാരും വെറുത്തപ്പോഴും എല്ലാരും കല്ലെറിഞ്ഞപ്പോഴും നീ മാത്രമെന്തേ എന്നോടൊപ്പം നിന്ന്? അതിന്റെ മറുപടിയാണ് മർഅത്തു സ്വാലിഹ. മലപ്പുറം ജില്ലയുടെ ഒരു ഹോസ്പിറ്റലിൽ ഇനി ഒരിക്കലും ഭർത്താവ് നടക്കൂല, എഴുന്നേക്കൂല എന്ന് ഡോക്ടർ സർട്ടിഫിക്കറ്റ് കൊടുത്തതിന്റെ പിറ്റന്ന് 1.5 മാസക്കാലം കൂടെ ആ ഹോസ്പിറ്റലിൽ രാവും പകലും കാത്തിരുന്ന ഭാര്യ ഒരു കടലാസിൽ ഒരു കുറിപ്പെഴുതി വെച്ചിട്ട് അവിടുന്ന് ഭാര്യയുടെ വീട്ടുകാരോടൊപ്പം പോയി, ഇനി നിങ്ങളോടൊപ്പം ജീവിക്കാൻ എനിക്ക് എൻ്റെ മനസ്സനുവദിക്കുന്നില്ല. ശരീരം തളർന്ന നിങ്ങളെ കൊണ്ട് എനിക്കിനി ദുനിയാവിൽ ഒരു നേട്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് നേരിട്ട് പറയാനുള്ള പ്രയാസമുണ്ട്, ഞാൻ പോവുകയാണ്, അസ്സലാമു അലൈക്കും എഴുതി വെച്ചിട്ട് പോയി. മനുഷ്യർ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പക്ഷെ സ്വാലിഹത്താണെങ്കിൽ എന്തായാലും സംഭവിച്ചല്ലോ, അതുകൊണ്ട് ഉള്ളത് കൊണ്ട് ഇനി മുന്നോട്ട് പോകാം എന്ന് ആ പെണ്ണ് തീരുമാനിക്കും. സ്വർഗത്തെക്കുറിച്ച് ഓർക്കും, പരലോകത്തെക്കുറിച്ച് ഓർക്കും. വലിയ വിജയം അതുകൊണ്ടുണ്ടാവും. സഹോദരിമാർ തിരിച്ചറിയുക, 2 കാര്യം നിങ്ങൾ ഉറപ്പിക്കണം. 2 കാര്യം.
അന്ത ജിത്തഹിദ ലിതഅത്തില്ലാഹ് വതഅത്തി സൗജിഹാ അന്ത ജിത്തഹിദ ലിതഅത്തില്ലാഹ് അല്ലാഹുവിനെ അനുസരിക്കാനുള്ള ശക്തമായ തീരുമാനം വതഅത്തി സൗജിഹാ ഭർത്താവിനെ അനുസരിക്കാനുള്ള ശക്തമായ തീരുമാനം. ഈ രണ്ട് തീരുമാനം നിങ്ങൾ എടുത്താൽ അൽഹംദുലില്ലാഹ് അല്ലാഹു നിങ്ങൾക്ക് ദുനിയാവും തരും, നിങ്ങൾക്ക് അല്ലാഹു പരലോകവും തരും. ദുനിയാവും തരും, പരലോകവും തരും. ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞൊരു സംഭവമുണ്ട്. അതായത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് പോയിട്ട് എൻ്റെ കൈ പൊട്ടിപ്പോയി റസൂലേ, ജോലി ചെയ്യാൻ നിവർത്തിയില്ല, ഒരു പരിചാരകയെ തരുമോ എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിച്ചല്ലോ. അപ്പോ ചില ആളുകൾ ഫാത്തിമ ബീവിയോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് അങ്ങനെ ചോദിച്ചത്? നിങ്ങൾ അങ്ങനെ ചോദിക്കുന്ന ആളല്ലല്ലോ, എല്ലാം സഹിക്കുന്നവളല്ലേ. ആ സമയത്ത് ഫാത്തിമ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഞാൻ എന്റെ ഇഷ്ടത്തോടെ പോയി ചോദിച്ചതല്ല, മനസ്സോടെ ചോദിച്ചതാണ്. എന്നെ ചോദിക്കാൻ വേണ്ടി അലി റളിയല്ലാഹു അൻഹു എന്ന ഭർത്താവ് പറഞ്ഞു വിട്ടതാണ്. എന്റെ ഭർത്താവ് പറയുമ്പോ ഞാനത് അനുസരിക്കണമല്ലോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് ഞാൻ അവിടെ പോയി മുത്തുനബിയോട് അങ്ങനെ ചോദിച്ചതെന്ന് ഫാത്തിമത്തു സഹ്റാ. പനയോല കൊണ്ടൊരു പന്തൽ നല്ല മശഹൂറാം നാട്ടിലുയർന്ന്, അത്തറിൻ മണമുള്ള മഹ്റാൽ മണിമാരൻ അലിയോരും വന്ന്, പൊന്നിന്റെ മാലയുമില്ല നല്ല മുത്തും ലിബാസതുമില്ല, ഉള്ളതാലുടുത്തൊരുങ്ങി പൂമകൾ ചമഞ്ഞു, വിണ്ണിൽ വന്നൊരമ്പിളി പൊൻഹൂറിയായി തിളങ്ങി. ചൊവ്വാൽ പൊന്നമ്പിളിയല്ലേ, പവിഴപ്പൂത്തേൻ കനിയല്ലേ, തിരുതോഹ പുനബിയോരുടെ പൂങ്കനി മോള് ബീവി ഫാത്തിമ മോള്. എന്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഞാൻ പോയതല്ല, അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടാണ് പോയത്. ആ പ്രതിസന്ധിയിലും ഭർത്താവിനോടുള്ള കടമ പാലിച്ച ഭാര്യ. എന്റെ പൊന്നുമോളെ, പേരാൾ കണ്ണൂരിലെ കനകക്കട്ടികളായ പെമ്മക്കളെ, ഭർത്താവിന്റെ വഴങ്ങി, ഭർത്താവിന്റെ പൊരുത്തം നേടി, ഭർത്താവിന്റെ തൃപ്തി നേടിയിട്ട് ഒരു കുടുംബജീവിതം നയിക്കുമ്പോ ആ കുടുംബജീവിതത്തിന് അല്ലാഹു ഒരു മധുരം തരുന്നുണ്ട്. അങ്ങനെ ജീവിക്കുമ്പോ നാളെ പരലോകത്ത് ഈ രണ്ട് ത്വാഅത്തിലൂടെ അല്ലാഹുവിനോടുള്ള അനുസരണ, ഭർത്താവിനോടുള്ള വഴിപ്പെടൽ, ഈ രണ്ട് ത്വാഅത്തിലൂടെ അല്ലാഹു ഉദ്ഖുലീ അൽ ജന്നത മിൻ ഐ അബ്വാബിൽ ജന്നാ, സ്വർഗത്തിന്റെ ഇഷ്ടമുള്ള കവാടത്തിലൂടെ കടന്നോളൂ എന്ന് അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റാണ്. എന്താ വേണ്ടത്? ഇത് രണ്ടും പ്രയാസമുള്ള കാര്യമാണ്. ഇത് രണ്ടും പ്രയാസമാണ്. കാരണം സോഷ്യൽ മീഡിയ എടുത്തു കഴിഞ്ഞാൽ ഇസ്ലാം എന്ന് പറയുന്നത് ഭർത്താവിന്റെ കാഴ്ചവട്ടിൽ പെണ്ണിനെ ഒതുക്കി കിടത്തുന്ന മതമാണ്. ചർച്ചകൾ ഭാര്യമാരെങ്ങനെ കേൾക്കുമ്പോൾ ശരിയാണല്ലോ, ഇസ്ലാം എന്താ പറയാ, ഇത്രയും ഒരു മോശമായ മതം അങ്ങനെ തോന്നുന്നു എനിക്ക്. 3-4 മക്കളൊക്കെ പ്രസവിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാവും. അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ എവിടെയാണ് സമ്മതിക്കുക? എവിടെയാണ് സമ്മതിക്കുക അള്ളാഹിനെ ഇബാദത്ത് ചെയ്യാൻ? പുറത്തിറങ്ങിയാൽ അനാവശ്യവും അനാശാസ്യവും കാഴ്ചയും കേൾവിയും നടത്തവും ഒക്കെ അങ്ങനെ തന്നെയല്ലേ. സഹോദരിമാരുടെ ഭാഗത്തെ സംസാരിച്ചിരി കുറയ്ക്കണം. കുഞ്ഞുമക്കളാണെന്ന് തോന്നുന്നുണ്ട്. ഒന്ന് തലോടി ഒരു ചെറിയ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഓഫറൊക്കെ കൊടുത്തവിടെ ഇരുത്തിരിക്കും കേട്ടോ. ഒരുപാട് ഈ ഇടുങ്ങിയ സ്ഥലമായതുകൊണ്ട് നിങ്ങൾ ഒരുപാട് സംസാരിച്ചാൽ അത് ശരിക്ക് ഇതിനെ ബാധിക്കും. ഉസ്താദേ, എന്റെ ഭർത്താവിനെ എന്നെ ഇഷ്ടപ്പെടുന്നില്ല, ഞാൻ ഏതൊക്കെ രീതിയിൽ ഭർത്താവിനെ സ്നേഹിച്ചാലും ഇഷ്ടപ്പെട്ടാലും സേവനം ചെയ്താലും അയാൾക്ക് ഞാൻ സോലിഹത്തല്ല. അയാൾ എപ്പോഴും വീട്ടിൽ നിന്നുകൊണ്ട് പറയും, അപ്പുറത്തെ ശുക്കൂറിന്റെ പെണ്ണിനെ നോക്കടി, അവളെ കണ്ട് വടിയടി, അബ്ബാസിന്റെ ഭാര്യയെ കണ്ട് വടിയടി, എന്റെ കൂടെ പഠിച്ച ഷാനവാസ് ഒരു പെണ്ണ് കെട്ടി, അല്ലാഹുവേ അവന് സ്വർഗം, അവന് സ്വർഗമാണ്, അവന് സ്വർഗം, എനിക്ക് താ കിടക്കണ ഒരു കൂതറ എന്ന് പറഞ്ഞിട്ട് ആകെ പ്രശ്നമാണ്. ഇത് തന്നെയാണ് എപ്പോഴും എന്നോട് ഭർത്താവ് പറയും, ഉസ്താദേ ഒരു 3 കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇനി മേലാൽ ഭർത്താവ് അങ്ങനെ പറയൂല. 3 കാര്യം ശ്രദ്ധിച്ചാൽ മതി. ഇത് ഞാൻ പറയുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ഭർത്താക്കന്മാർ പറയും, ഓ കറക്റ്റ് ഉസ്താദേ, അത് അവളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഞാൻ അവളെ കുറ്റപ്പെടുത്തൂലായിരുന്നു കേട്ടോ. 1ാമത്തെ കാര്യം, ഇത് ഹദീസാണ്. ഒരു പ്രധാനപ്പെട്ട വർത്തമാനം ഭർത്താവ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അത് കേട്ടുകൊണ്ട് മൗനമായിട്ടിരിക്കുന്ന ഭാര്യ,
ഒരു പ്രധാനപ്പെട്ട വിഷയം ഭർത്താവ് പറയാം, അപ്പൊ അടുക്കള ചാടി ഇറങ്ങി, അങ്ങനല്ലക്ക. അത് ഭർത്താവിന് കേൾക്കുമ്പോൾ ഇവിടെ നീത്തി അകത്തേരി പോയി ശൈത്താനെ ഒരു കാര്യം പറഞ്ഞു. ഇവിടെ മഹലിൽ വലിയ പ്രശ്നം നടന്നുകൊണ്ടിരിക്കുന്ന, ആകെ മഹലിൽ കത്തീവിനെ പിരിച്ചു വിട്ട് ആകെ കമ്മിറ്റിയൊക്കെ ചളകൊളായി, പൈസ അടിച്ചു പറ്റിയെന്ന് പറഞ്ഞ് എനിക്കെതിരെ നോട്ടീസ്, അതിൻ്റെ ഇടയിൽ നീ അവിടെ പോയി. ആ സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഒരു വലിയ വിഷയമാണ്, നമ്മളിപ്പോൾ തൽക്കാലം ഇടപെടണ്ട, രാത്രിയാവട്ടെ, സമാധാനിപ്പിക്കുക, മിണ്ടാതിരിക്കുക, ചോദിക്കുകയാണെങ്കിൽ പറയാം. വസ്സുക്കൂത്തു ഇന്ദ കലാമി, സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് കയറിയിട്ട് അനാവശ്യമായ വർത്താനം പറയരുത്, മൗനമായിട്ടിരിക്കണം, കേട്ടിരിക്കണം. അപ്പൊ അതിനൊരു തീരുമാനം ഉണ്ടാവും, അതിന് പരിഹാരം ഉണ്ടാവും, ഭർത്താവിന് ഇഷ്ടപ്പെടുകയും ചെയ്യും. ആ ഭർത്താവ് നിന്റെ അരികിലേക്ക് അവസാനം വരും, എടി ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഒരു അഭിപ്രായം നീ പറയണം, അങ്ങനെ ഒരു സംഭവമുണ്ട്. അപ്പോ നിന്നെ പരിഗണിച്ചല്ലോ. ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ ചെന്ന് കയറി കൊടുക്കരുത്, പാണ്ടി ലോറിയുടെ ഇടയിൽ തവള കയറണ പോലെ ആയിപ്പോ കയറരുത്. വസ്സുക്കൂത്ത് ഇന്ദ കലാമി, ഒന്നതാണ്. രണ്ട്, വൽ ഖിയാമു ഇന്ദ ഖുദൂമിഹി വഖുറൂജി, ഭർത്താവ് വീട്ടിൽ നിന്ന് എവിടേക്കെങ്കിലും പോകുന്ന സമയവും പോയിട്ട് ഭർത്താവ് മടങ്ങി വരുന്ന സമയവും നീ എന്ത് ചെയ്യുക? വാതിലിൽ വന്നിട്ട് ഭർത്താവിനെ യാത്രയാക്കാൻ വേണ്ടി ഒന്ന് നിൽക്കുക. കുടുംബജീവിതമാണ് ഇത്, ഭരണമാണ്, പെണ്ണിനെ അങ്ങനെ അടിച്ചമർത്തി, അതൊന്നും ചിന്തിക്കണ്ട. നിങ്ങൾ അങ്ങനെ ചെയ്തു നോക്ക്. ഈ പറയുന്ന ഇസ്ലാമിനെ കുറ്റം പറയുന്നവരും അങ്ങനെ ഒന്ന് ചെയ്തു നോക്ക്, ഒരു സുഖം കിട്ടും. അവൻ ഇസ്ലാമിനെതിരെ വീഡിയോ ഇടാൻ പോവാണ്, കുടുംബജീവിതം ബാക്കവി പ്രസംഗിച്ചതിനെതിരെ വീഡിയോ ഇടാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങാണ്. ഇറങ്ങുമ്പോൾ ഭാര്യ വാതിലൊന്ന്, എന്നാൽ ശരി ഇക്ക പോയിട്ട് വരി. അവൻ അങ്ങോട്ട് പറയും, ബാക്കവി പറഞ്ഞു ശരി, എന്ത് രസാ ഉണ്ടാവും. അതുണ്ടാവും, അത് കുടുംബജീവിതം അറിയണവർക്ക് അറിയുള്ളൂ. വാതിലിൽ ഇങ്ങനെ ഭാര്യ നിൽക്കുക, ഭർത്താവ് ഞാൻ പോയിട്ട് വരട്ടെ, അസ്സലാമു അലൈക്കും, സഹിക്കാം. അതൊരു വല്ലാത്ത സ്നേഹമാണ്. ഇതിങ്ങനെ ഭാര്യ ഇങ്ങനെ കട്ടിൽ കിടന്ന മൊബൈൽ നോക്കിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും, ഇങ്ങനെ നോക്കും. അപ്പൊ ഭർത്താവ്, എടി ഞാൻ പോവാണേ, ഓക്കെ താങ്ക് യു, ഈ സാധനം കൊടുക്കുക. ഓക്കട മുത്തെന്ന് പറഞ്ഞിട്ട് അവിടെ കട്ടിൽ കിടന്നുകൊണ്ട് ഈ സാധനം കൊടുക്കും. ആ പാവപ്പെട്ട, എന്നാ ശരി ഓക്കെ, ഓക്കെ. താത്ത അവിടെ കാല് സോഫയുടെ മണ്ട കയറ്റി വെച്ച് മൊബൈലിൽ ഇങ്ങനെ റീൽസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്, സമയം ഉണ്ടാവില്ല. പക്ഷെ ഇത് നിങ്ങൾ ചെയ്തു നോക്ക്. എവിടേക്കെങ്കിലും പ്രിയപ്പെട്ടവൻ പോകുമ്പോഴും പോയി വരുമ്പോഴും വാതിലിന്റെ മുമ്പില് ആ ഭർത്താവിനെ സ്വീകരിക്കാൻ വേണ്ടി നിൽക്കുന്ന കുടുംബത്തിന്റെ റാണിയായ രാജകുമാരിയായ പ്രിയപ്പെട്ട ഭാര്യ, അല്ലാഹുവേ, ആ കുടുംബ ജീവിതത്തിന് എന്ത് മധുരമെന്നറിയോ? ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ ജീവിതം പരിശോധിച്ചാ കാണാം. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫാത്തിമ, കഴിക്കാൻ ഒരു കാരക്ക പോലും ഇല്ലെങ്കിലും, ഒരു റൊട്ടി കഷണം പോലും ഇല്ലെങ്കിലും, ഫാത്തിമ, ഞാൻ തളർന്നു വരുമ്പോ എന്റെ വീടിന്റെ മുമ്പില് നിലവിളക്ക് പോലെ തെളിഞ്ഞു നിൽക്കുന്നതിന്റെ മുഖം കാണുമ്പോ എന്റെ പ്രതിസന്ധികളെ മറക്കും, എന്റെ പ്രയാസങ്ങളെ മറക്കും, എന്റെ സങ്കടങ്ങളെ മറക്കും, എന്റെ നൊമ്പരങ്ങളെ മറക്കും, എന്റെ വിശപ്പ് പോലും ഞാൻ മറക്കും. ഫാത്തിമ, പൊന്നുമോളെ, നീ അങ്ങനെ ആയിരുന്നെങ്കിൽ പേരാൾ കണ്ണൂരിൽ നീ ജീവിക്കുന്ന ചെറിയ കുടിലിന്റെ അകത്ത് എത്ര മധുരമുള്ള ജീവിതം നിനക്ക് ലഭിക്കുമായിരുന്നു, എത്ര ആനന്ദമുള്ള ജീവിതം നിനക്ക് ലഭിക്കുമായിരുന്നു, എത്ര സന്തോഷമുള്ള ജീവിതം നിനക്ക് അല്ലാഹു തരുമായിരുന്നു. നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? രക്തത്തിളപ്പിന്റെ, പ്രസരിപ്പിന്റെ, കുതിച്ചുചാട്ടത്തിന്റെ, യങ്ങിന്റെ പ്രധാനപ്പെട്ട സമയത്ത് എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ദുനിയാവിന് വേണ്ടി ഞാനും നിങ്ങളും നഷ്ടപ്പെടുത്തി കളഞ്ഞില്ലേ? അടുത്ത മൂന്നാമത്തത് പറയുകയാണ്, സഹോദരിമാരി പറയുന്ന മറക്കല്ലേ, വാത് വെറുതെ ആയി പോരുത്, നോട്ട് ചെയ്ത് മനസ്സിൽ വെച്ചോ. ഒന്ന്, ഇനിയിപ്പം മറന്നോ? അവിടെ നീ മിക്സർ നോക്കിക്കൊണ്ടിരിക്കണം, നിനക്കെന്ത്? പെണ്ണ് പിണങ്ങിയാൽ എന്ത്? വീട്ടിൽ പോണവർക്കല്ലേ പെണ്ണും പിള്ളേം ഭാര്യ, എന്നും മൈക്കും മിക്സറോട്ട് കിടക്കണം, അവൻ എന്ത് ഭാര്യ, എന്ത് പെണ്ണ്. അപ്പൊ പിന്നെ ഞാനോ? അതാ നമ്മളെ രണ്ടുപേരും തന്നെ പറഞ്ഞു, ഞാൻ ഉണ്ടെങ്കിൽ അവൻ ഉണ്ടാവും. അപ്പോ ഓർമ്മിച്ചു വെച്ചോ. ഒന്ന്, ഭർത്താവ് പ്രധാനപ്പെട്ട വിഷയം സംസാരിക്കുമ്പോൾ നമ്മൾ മൗനമായിട്ടിരിക്കുക. രണ്ട്, എവിടേക്കെങ്കിലും അയാൾ വരുമ്പോ രണ്ട് സമയത്ത് നമ്മൾ വാതിൽ സന്തോഷത്തോടെ ഉണ്ടാവുക. സങ്കടാവട്ടെ, അടി ഉടക്കിയിട്ട് പോവാണ്, എന്നാലും എന്നാ പോയിട്ട് വരിക, ഈ വിഷയം നമുക്ക് രാത്രി സംസാരിക്കാം. വൻ ഉടക്കാണ്, വീട്ടിൽ പോണ കാര്യം, ഭർത്താവ് ഭാര്യയുടെ വീട്ടുകാരെ സംബന്ധിച്ച് വൻ ഉടക്ക, ആകെ പ്രശ്നമായി. ഭക്ഷണമൊന്നും ഭർത്താവ് കഴിച്ചില്ല, എന്നാലും പോകാൻ നേരത്ത് വാതിൽ ഇൻഷാ അല്ലാഹ് പോയിട്ട് വരും. നിങ്ങൾ സങ്കടപ്പെടണ്ട, നമുക്ക് പരിഹരിക്കാൻ രാത്രി. ഇങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞാൽ എവിടെയാണ് കലഹം ഉണ്ടാവുക? എവിടെയാണ് പ്രശ്നം ഉണ്ടാവുക? എവിടെയാണ് കലാപം ഉണ്ടാവുക? മൂന്നാമത്തത്,
ഭർത്താവിനെ കാണുമ്പോ സന്തോഷം അവരുടെ മുഖത്ത് കൊണ്ടുവരിക. ഇത് ചില ഭാര്യമാർക്ക് പറ്റൂല. പക്ഷെ ഈ ഇരിക്കുന്ന മുഴുവൻ ആണുങ്ങളും, ഈ ഇരിക്കുന്ന പ്രായം ചെന്നവരോടും ഉസ്താദിനോടും പ്രായം കുറഞ്ഞവരോടൊക്കെ ഞാൻ ചോദിക്കുകയാണ്, ഒരു പേപ്പർ തന്നിട്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോയിട്ട് വീട്ടിൽ വരുമ്പോൾ ഭാര്യ പുഞ്ചിരിച്ചുകൊണ്ട് നിൽക്കുന്നതിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അല്ലോ ഉസ്താദേ, അങ്ങനെ ഒരു ഭാര്യ കിട്ടിയ രക്ഷപ്പെട്ടു. ഇത് വീട്ടിലൊന്ന് കയറുമ്പോൾ മോന്തയും വലിച്ചിറക്കി അങ്ങനെ നിൽക്കുന്നുണ്ടോ ഒരു സാധനം? നമ്മളാകെ എന്തെങ്കിലും പ്രതിസന്ധിയും ടെൻഷനും വിഷമൊക്കെ ആയിട്ട് വരിക, അങ്ങനെ നിൽക്കുന്നുണ്ടാവും, ഒരു സന്തോഷം ഉണ്ടാവും. എന്തെങ്കിലും ഒരു പർദ്ദ വാങ്ങി, എടി ഞാൻ കാസർഗോഡ് നിന്ന് വന്നപ്പോൾ കൊണ്ട് അവിടെ ചെയ്യുക, അത് കണ്ട അള്ളാഹു ഇത് വേറെ എവിടെ നമ്മൾ കൊടുത്താൽ മതിയായിരുന്നു. എടി നിനക്കൊരു മോതിരം വാങ്ങി, സ്വർണ്ണാണ്, സ്വർണ്ണമല്ലേ പെണ്ണിന് ഇഷ്ടം, സ്വർണ്ണാണ്, നോക്കി ഇത് പഴയ മോഡലാ, ഇരിക്കട്ടെ, ബിസ്മില്ല, സന്തോഷമില്ല. ഇത് ശരിയല്ല. കണ്ടാൽ ആ മുഖത്ത് വല്ലാത്ത സന്തോഷം പ്രകടമാക്കിയാൽ ആ ഭർത്താവിന് പിന്നെ നിന്നെ വെറുക്കാൻ കഴിയൂല. അത്ര റാഹത്താണ് പിന്നെ വീട്ടിലിരിക്കാൻ. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാർക്ക് നീ അതിനുള്ള തൗഫീഖ് കൊടുക്കണ റബ്ബേ. ഈ മൂന്ന് കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുമ്പോ അൽഹംദുലില്ലാഹ് നിങ്ങളുടെ കുടുംബ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ പ്രശ്നങ്ങൾക്ക് പരിസമാപ്തിയാകും, ഉറപ്പാണ്. ചെയ്തു നോക്ക്. ഫാത്തിമ റളിയല്ലാഹു അൻഹ ഇത് പഠിച്ചത് എവിടെ നിന്നാണ്? തന്റെ പ്രിയപ്പെട്ട ഉമ്മ ഖദീജ റളിയല്ലാഹു തആല അൻഹയിൽ നിന്നാണ്. ആരംഭ റസൂലിന് കൊടുത്ത സമർപ്പണം, മുത്തു ഹബീബിന് കൊടുത്ത പ്രണയം, ഇഷ്ടം, സ്നേഹം, അതൊക്കെ നാം തിരിച്ചറിയണം. അതാണ് ഫാത്തിമ റളിയല്ലാഹു അൻഹ പഠിച്ചെടുത്തത്. അതാണ് ഞാനും നിങ്ങളും അൽഹംദുലില്ലാഹ് പഠിക്കേണ്ടതും നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതും അതാണ്. ഇതൊക്കെ പറയുമ്പോ എന്റെ മുമ്പിലിരിക്കുന്ന ആണുങ്ങൾക്ക് ഇന്നൊരു വലിയ സമാധാനം ഉണ്ടാവും. അൽഹംദുലില്ലാഹ്, ഇന്നെങ്കിലും വാക്കവി ഉസ്താദേ ചവിട്ട് കൊള്ളാതെ കിടന്നുറങ്ങാൻ പറ്റുമല്ലോ. അൽഹംദുലില്ലാഹ്, അള്ളാഹ് നിങ്ങൾക്ക് ദീർഘായുസ്സ് തരട്ടെ ഉസ്താദേ. ഇന്നെന്തായാലും വീട്ടിൽ ചെല്ലുമ്പോൾ എന്റെ ഭൂതന എന്തായാലും വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കൂല, സമാധാനിക്കാൻ വരട്ടെ. അങ്ങനെ പെണ്ണുങ്ങൾക്ക് മാത്രം 3 കാര്യം 4 കാര്യം പറഞ്ഞു കൊടുത്തിട്ട് ഞാനങ്ങ് പോയാലേ എനിക്ക് ജീവിക്കണ്ടേ ദുനിയാവില്? അല്ല ചിരിയ, അങ്ങോട്ട് ഇരുന്നോ, നിങ്ങൾ ശ്രദ്ധിക്കാൻ കുറെ കാര്യങ്ങളുണ്ട്. പെണ്ണുകെട്ടി വീട്ടിൽ കൊണ്ടുവന്ന് ഞാൻ ചെലവിന് വരുന്നുണ്ടല്ലോ, വല്ല നീളമുള്ള മൊബൈൽ വാങ്ങി തന്നല്ലോ, പോരെ, അങ്ങനൊന്നും പോരാ. ഭർത്താവാകണം. സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിക്കുകയാണ്, ഏറ്റവും നല്ല ആണാരെന്നറിയുമോ? ആണത്വമുള്ള ആണ് ആരെന്നറിയുമോ സഹാബ? ആണത്വമുള്ള ആണ് ആരെന്നറിയുമോ? ആരോടാണ് ചോദിക്കുന്നത്? വീരപ്പുലി എന്നോരോ മന പേരുള്ള ഗിരിധർ സാരസമ്പൂർണരേ, പാരിൽ നടക്കാനായി, പാരിൽ പ്രകാശത്തിൻ പൂരിതം കാട്ടാനായി നേരിൽ നടന്ന പടയാളരേ വീരപ്പുലി അലി ഹൈദറുൽ കറാർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള വമ്പുറ്റ ഹംസ റളിയല്ലാഹു ചാടിട്ടമ്പിയ സവദിൽ മാറടാ വല്ലൽ നബി മഹ്മൂദർ ഹൗലിന് പരിയമുണ്ടെങ്കിൽ കോരടാ. ഹംസ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ഇസ്ലാമിക ചക്രവാളത്തിന്റെ ഇതിഹാസങ്ങളോട്, പുലികളോട്, സിംഹങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, ഒരു ആണത്വമുള്ള ഇസ്സത്തുള്ള ആണെന്ന് പറഞ്ഞാൽ ആരെന്ന് നിങ്ങൾക്കറിയോ? ആരാ? നല്ലപോലെ പ്രസംഗിക്കുന്നവനാണോ? അല്ല. നല്ല രാഷ്ട്രീയക്കാരനാണോ? അല്ല. നല്ല മുഖ്യമന്ത്രിയാണോ? അല്ല. നല്ല പ്രധാനമന്ത്രിയാണോ? അല്ല. നല്ല ഖത്തീബാണോ? അല്ല. നല്ല മുദരിസാണോ? അല്ല. നല്ല പള്ളി കമ്മിറ്റി പ്രസിഡന്റ് ആണോ? അല്ല. നല്ല പാട്ടുകാരനാണോ? അല്ല. നല്ല പണം ഭാര്യയ്ക്ക് കൊടുക്കുന്നവനാണോ? അല്ല. പിന്നെ ആരാണ്? അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഖൈറുക്കും ലിനിസായിക്കും. നിങ്ങളുടെ ഭാര്യമാർ പറയണം, എന്റെ ഭർത്താവ് സൂപ്പറാണ്, അവനാണ് ആണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങളുടെ വീട്ടിൽ വന്നിട്ട്, നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നിട്ട്, വീട്ടിൽ ബെല്ലടിച്ചു, ഭാര്യ വന്ന് ഡോറ് തുറന്നു, അവൾ പേരാൽ കണ്ണൂരിൽ നിന്ന് വരികയാണ്,
അതെവിടെയാണ്? അത് കാസർഗോഡ് ജില്ലയിലാണ്, കുമ്പളയ്ക്കടുത്താണ്. ഓക്കെ, ശരി. എന്താ നൗഷാദ് ബാക്കി ഉസ്താദിൻ്റെ വീടല്ലേ? അതെ. ബാക്കി വീടുണ്ടോ? ബാക്കി ഇല്ല, പ്രസംഗത്തിന് വിവരിക്കാം. പിന്നെ ഞങ്ങൾ വന്നതേ, ബാക്കവിയെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? ഭർത്താവ് എന്നുള്ള രീതിയിൽ അയാൾ പറ്റ പോക്കാന്ന്, വെറുതെ കുടുംബജീവിതം ഫാത്തിമ എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞ് ആൾക്കാർക്ക് പൈസയും പിരിച്ചു കൊടുത്ത് അതിൻ്റെ കമ്മീഷനും അടിച്ച് നടക്കണ കള്ള ബെടുക്കൂസ് എന്ന് ഭാര്യ പറഞ്ഞാൽ, ഞാനിനി നെറ്റി പൊട്ടുന്ന രീതിയിൽ സുജൂദ് ചെയ്താലും അള്ളാഹുവിൻ്റെ മുന്നിൽ എനിക്ക് ഒരു മാർക്കും മലക്കുകൾ തരൂല. എന്താ പ്രശ്നം? ഭാര്യയുടെ മുമ്പിൽ ഞാൻ സീറോയാ. നിങ്ങൾ ചെല്ലുമ്പോൾ തന്നെ എന്നെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഭാര്യ, മാഷാ അല്ലാ, എനിക്ക് അള്ളാഹു തന്ന മുത്താണ് മുത്ത്, എൻ്റെ ജീവിതത്തിൽ കിട്ടിയ ഭാഗ്യമാണ് എന്നൊരഭിപ്രായം എൻ്റെ ഭാര്യ പറഞ്ഞാൽ, ഇച്ചിരിയൊക്കെ ജീവിതത്തിൽ എനിക്ക് പ്രശ്നങ്ങൾ വന്നാലും അള്ളാഹു പൊറുക്കും. ഏറ്റവും നല്ല ആൺകുട്ടിയാണെന്ന് അള്ളാഹുവിൻ്റെ കിതാബിൽ രേഖപ്പെടുത്തും. ഇത് നിങ്ങൾ സ്വയം നിങ്ങൾ ഓരോരുത്തരെ കുറിച്ച് ആലോചിക്കുക. എൻ്റെ ഭാര്യയോട് എന്നെക്കുറിച്ച് ചോദിച്ചാൽ എന്തു പറയും പടച്ചോനെ? ചിലപ്പോൾ ദൂരെ നിന്ന് ചോദിക്കേണ്ടി വരും, ഇറങ്ങി പൊളാ അടുക്കളയിൽ നിന്ന് ചിലപ്പോൾ പാത്രമായിട്ട് ചാടി ഇറങ്ങും ഭാര്യ. ചിന്തിച്ചോളണം. പിന്നെ ചില ഭാര്യമാരങ്ങനെ നല്ലത് പറയൂല, ചില വശക്കെട്ട ഭാര്യമാരുണ്ടാവുമല്ലോ. നമ്മൾ നല്ലതാണെന്ന് നമുക്ക് ബോധ്യം ഉണ്ടായാൽ മതി കേട്ടോ. നമ്മളങ്ങനെ പ്രതിസന്ധിയിലാക്കല്ല, നമ്മൾ നല്ലവരാകണം. ഭാര്യ നമ്മളെക്കുറിച്ച് നല്ലത് പറയാത്തത് എന്തുകൊണ്ടാണ്? നമ്മുടെ സ്വഭാവം നല്ലതുപോലെ ഭാര്യയ്ക്കറിയാം. കാരണം നമ്മൾ വീട്ടിലാണ്, ഭാര്യയോടത്താണ്, രാത്രി പകല് യാത്ര, ഭക്ഷണം. അപ്പോൾ ഒരു മനുഷ്യനെ മനസ്സിലാക്കാൻ പറ്റും. പറയിപ്പിക്കണം. ഇന്ന് വരെ കഴിഞ്ഞില്ലെങ്കിൽ ഇന്നു മുതൽ ഭാര്യയെ കൊണ്ട് നല്ലത് പറയിപ്പിക്കണം. ഇരിക്കുന്ന പ്രായം ചെന്നവർക്കും പറ്റും. കുടുംബജീവിതം എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞ് 3 മാസമല്ല, 90 വയസ്സ് 100 വയസ്സ് വരെ ജീവിച്ചാലും അത് കുടുംബജീവിതം തന്നെയാണ്. ഒരുമിച്ച് കിടക്കുക, ശാരീരിക ബന്ധപ്പെടുക, അതൊന്നുമല്ല. അത് സന്തോഷവും സ്നേഹവും സമർപ്പണവുമാണ്. ആ ഭാര്യ പറയണം. അല്ലാ, ഈ അടുത്ത് ഞാൻ പ്രസംഗിക്കാൻ പോയൊരു സ്ഥലത്ത് ഭർത്താവ് ആദ്യം മരണപ്പെട്ടത് ആരെന്നറിയില്ല, ഭാര്യയാണോ, രണ്ടുപേരും മരിച്ചത് ഒരു ദിവസം. ആദ്യം ഒരാൾ മരണപ്പെട്ടു 6:30 ഒരാൾ മരണപ്പെട്ടു, വൈകുന്നേരം 6:30 ഒരാൾ മരണപ്പെട്ടു, ഉമ്മയോ വാപ്പയോ. അത് കഴിഞ്ഞ് 8:30 രണ്ടാമത്തെ ആൾ മരണപ്പെട്ടു. ആ മകൻ ഒരു കത്തെഴുതി സ്റ്റേജിൽ തന്നു, ഉസ്താദെ, ഉമ്മ മരണപ്പെട്ട് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ വാപ്പയും മരണപ്പെട്ടു, രണ്ടുപേരെയും ഒരുമിച്ച് പള്ളിയിൽ കൊണ്ടുപോയി അടക്കി ദുആ ചെയ്യണം ഉസ്താദ്. അതൊരു വല്ലാത്ത സ്നേഹബന്ധം, സഹിക്കാൻ പറ്റൂല. ഒരാൾ മരിച്ചു എന്ന് പറയുമ്പോൾ നെഞ്ചു പൊട്ടുകയാണ്, പിന്നെ സഹിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഒരുമിച്ച് ഒരുപാട് കാലം ജീവിച്ച് എല്ലാ രഹസ്യവും പരസ്പരം പങ്കുവെച്ച് സങ്കടത്തിലും സന്തോഷത്തിലും ഒരുമിച്ച് ചേർന്ന് മുന്നോട്ട് പോയവർ. അവർക്കാണ് അല്ലാഹുവിന്റെ സൂറത്ത് യാസീൻ പറഞ്ഞത്, ഹും വഅസ്വാജുഹും ഫീ ദിലാലിൻ അലൽ അറായികി മുത്തഖിഊൻ. സ്വർഗത്തിന്റെ കൊട്ടാരത്തിന്റെ മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല തയ്യാറാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗത്തിന്റെ തൊട്ടിലുണ്ട്. ആ തൊട്ടിലിൽ ഈ ഭാര്യയും ഭർത്താവും ഒരുമിച്ചിരിക്കുന്ന ആട്ടുകട്ടിലുണ്ടെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. നിങ്ങളിൽ ഏറ്റവും ഉത്തമനായ ആണാരാണ്? നിങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠവാനായ ആണാരാണ്? ഖൈറുക്കും ലിനിസായിക്കും. നിങ്ങളുടെ ഭാര്യമാരോട് നല്ലതുപോലെ ഇടപെടുന്നവരാണ്. നിങ്ങളെ കുറിച്ച് ഭാര്യ നിങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞാ അൽഹംദുലില്ലാഹ്, നിങ്ങളെ കുറിച്ച് ഭാര്യ റാഹത്താണെന്ന് പറഞ്ഞാ അൽഹംദുലില്ലാഹ്. ആയിഷ റളിയല്ലാഹു തആല അൻഹയുടെ മുമ്പിലേക്ക് കടന്നു വരികയാ സഹാബത്ത്. എന്നിട്ട് ചോദിക്കുന്നു, ആയിഷ, വീട്ടിലെങ്ങനെയാണ് മുത്തുനബി? മുത്തുനബി വീട്ടിലെങ്ങനെയാണ്? പള്ളിയിൽ പ്രസംഗിക്കുന്നുണ്ട്, ഇമാമത്ത് നിൽക്കുന്നുണ്ട്, ഞങ്ങൾക്ക് നസീഹത്ത് നൽകുന്നുണ്ട്. വീട്ടിലെങ്ങനെയാണ് മുത്തുനബി എന്ന് ചോദിക്കുമ്പോ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാ, ഒരു കുഞ്ഞ് ആടുണ്ട്, അതിന് അള്ളാന്റെ ഹബീബ് തന്റെ വിരൽ തുമ്പ് കൊണ്ട് കറവ നടത്തുമായിരുന്നു. എന്റെ വീട് കുഞ്ഞു വീടാണെങ്കിലും അത് അടിച്ചു വാരുമായിരുന്നു. കുഞ്ഞു വീടല്ലേ മുത്തുനബിയുടെ വീട്. മുത്തുനബിയുടെ വീട്, പുന്നാര ഹബീബിന്റെ വീട് പനയോലയിലൊരു കുടിലാണേ, ഭവനങ്ങളിൽ അതു നിധിയാണേ, പടിവാതിൽ ചെറുതടിയാണേ,
നബി തങ്ങളുടെ പൂങ്കുടിലാണ്. ആ മുത്ത് റസൂലിന്റെ വീടിന്റെ അകം അള്ളാന്റെ ഹബീബ് അടിച്ചു വാരുമായിരുന്നു. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ചിലപ്പോഴൊക്കെ എനിക്ക് ഭക്ഷണം ഉള്ള സമയത്ത് തയ്യാറാക്കി തരുമായിരുന്നു. കാന ഖുലുഖുൽ ഖുർആൻ, എന്റെ മുത്ത് റസൂൽ ഖുർആൻ എന്താണോ പറഞ്ഞ സ്വഭാവം അതാണ് എന്റെ മുത്തു നബി എന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറഞ്ഞപ്പോ നിറകണ്ണുകളോടെയാണ് സഹാബികൾ മടങ്ങി വന്നതെങ്കിൽ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, പെണ്ണെന്ന് പറയുന്നത് വീട്ടുജോലിക്കുള്ള ആയുധമല്ല. പെണ്ണെന്ന് പറയുന്നത് നിന്റെ ഉമ്മയുടെയും വാപ്പയുടെയും മലങ്കോരാനുള്ള മിഷനല്ല. പെണ്ണെന്ന് പറയുന്നത് നിനക്ക് തോന്നിയതുപോലെ ദേഷ്യം തീർക്കാനുള്ള ഉപകരണമല്ല. നീ മുടിക്കുത്തിരി പിടിച്ചിട്ട് നിന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ചവരിന് ചേർത്ത് നിർത്തി ഉപദ്രവിക്കാനുള്ളവളല്ല. നിന്റെ ദേഷ്യം തീർക്കാനുള്ളതല്ല. നിന്റെ വികാരം തീർക്കാൻ മാത്രമുള്ള യന്ത്രമല്ല. നീ ആഗ്രഹിക്കുന്ന പോലെ തട്ടിക്കളിക്കാനുള്ള പന്തല്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതാണ്, ഒരു നല്ല ഭർത്താവ് ഭാര്യയെ ബഹുമാനിക്കണം എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏതു മതമാ പഠിപ്പിക്കുന്നത് ഭാര്യയെ ബഹുമാനിക്കാൻ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു ഭാര്യയെ ബഹുമാനിക്കണം. ഭാര്യയുടെ മുമ്പിൽ വെച്ചിട്ട് അനാവശ്യങ്ങളും അനാശാസ്യങ്ങളും പറയാൻ പാടില്ല. വലിയ ചിന്തകന്മാര് പറയുകയാ, ഭാര്യയുടെ മുമ്പിൽ കാർക്കിച്ചു തുപ്പാൻ പോലും പാടില്ല. അത്രേ റെസ്പെക്ട് ചെയ്യണമെന്നാണ്. അവൾ മറ്റൊരു വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വരുമ്പോ നമ്മുടെ അടിമയല്ല. അങ്ങനെ കാലുമേ കാലും വെച്ചിട്ടിരിക്കുക, ചായ കൊണ്ടുപോവാ. ചില ഭാര്യമാരെ ഷൂ ഉണ്ടല്ലോ, ഷൂ തുടച്ചു കൊടുത്തില്ലെങ്കിൽ ഭർത്താവിന്റെ രോഷം കാണണം. 9 മണിക്ക് എനിക്ക് ഓഫീസ് പോകണമെന്ന് അറിയില്ല, ആരാ നിന്റെ ഇതൊക്കെ പഠിപ്പിച്ചത്? ഷൂ തുടച്ചു വെച്ചു, നിനക്ക് അഹങ്കാരം കൂടുന്നുണ്ട്, മറ്റേ മറിച്ച് ഞാൻ ഇങ്ങനെ ഞൊടിച്ചാൽ സുന്ദരികൾ എന്റെ പുറകെ വരും, മറ്റേ മറിച്ചെന്നൊക്കെ. അഹങ്കാരത്തിന്റെ വർത്താനം പറഞ്ഞ ചില ആണുങ്ങളുണ്ട്. ആണുങ്ങളെന്ന് പറയാൻ പറ്റില്ല, ഇത് വളരെ മോശമാണ്. ആ പാവപ്പെട്ടവൾ ആരോട് പരാതി പറയാനാണ്? നിന്നെ പ്രതീക്ഷിച്ച്, നിന്റെ സ്നേഹം പ്രതീക്ഷിച്ച്, നിന്റെ ഇഷ്ടം പ്രതീക്ഷിച്ച് വരുന്നില്ല. ഇപ്പൊ പേരാക്കണ്ണൂരിലെ ചില സഹോദരിമാർ പറയും, ഇപ്പം അത് വലിയ കുഴപ്പമില്ല, തുടക്കത്തിൽ ഇച്ചിരി പ്രശ്നമായിരുന്നു, ഇപ്പം മാഷാ അല്ലാഹ് മുസ്ലിയാര് നമ്മളെ ശരിക്കും ട്രാക്കിലേക്ക് കയറിയിട്ടുണ്ടെന്ന് പറയാം. അങ്ങനല്ല, രണ്ടു ഭാഗവും നമ്മൾ മനസ്സിലാക്കണം. ആയിഷ ബീവി റളിയല്ലാഹു തആല. പിന്നെ ഈ ഭർത്താക്കന്മാർക്ക് ഒരു പ്രശ്നം ഉണ്ട്, എന്തെന്നറിയോ? ഇച്ചിരി പുകഴ്ത്തി പറയണം. പെണ്ണിനെ ആണും പുകഴ്ത്തി പറയണം, ആണിന് പെണ്ണും പുകഴ്ത്തി. അത് കുടുംബജീവിതത്തിന് അത് നല്ല റാഹത്താവും. ഭർത്താവിന്റെ മുഖത്ത് നോക്കിയിട്ട് ഭാര്യ പറയാണ്, ഇക്ക നിങ്ങളെ അല്ല എനിക്ക് ഭർത്താവായിട്ട് കിട്ടണമെങ്കിലുണ്ടല്ലോ എൻ്റെ ജീവിതം വട്ടപൂജ്യം. അപ്പൊ ഭർത്താവ് തിരിച്ച് ഭാര്യയോട് ഭർത്താവ് ഇടയ്ക്ക് പറയണം, നിന്നെപ്പോലൊരു സുന്ദരിയെ ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ പെണ്ണ് പറയും, ഇതിപ്പോ കുടുംബജീവിതം ശരിയാകുമ്പോ മക്കൾ പ്രശ്നം ഉണ്ടാക്കുമല്ലോ റബ്ബേ. ഈ കരയുന്ന മക്കളെ ഒന്ന് പുറത്തുകൊണ്ടിറങ്ങിയാൽ മതി, ഇപ്പൊ റെഡിയാവും, അവര് റെഡിയാവും. കരച്ചിൽ നിർത്താനുള്ള ഹിക്കുമത്തൊന്നും അറിയില്ലേ? തട്ടിക്കൊടു. വാർമഴവില്ലേ വന്നാലും വാനിൻ മടിയിലിരുന്നാലും ആരു നിനക്കീ നിറമേകി. പ്രായത്തിന്റെ സമയമാണെന്നറിയാ, രക്തത്തിളപ്പ് മാറാത്ത സമയമാണെന്നറിയാ. കല്യാണം എന്ന് പറഞ്ഞാൽ കോമാളിത്തരം കാണിക്കാനുള്ള വേദിയാണെന്ന് കരുതി തുർക്കിയിലും സിറിയയിലുമൊക്കെ ഭൂകമ്പം നടന്ന് ആയിരക്കണക്കിന് മനുഷ്യ മക്കളും മണ്ണിനടിയിൽ ചതഞ്ഞുടങ്ങുമ്പോ തൊട പോലും എത്താത്ത വള്ളി ട്രൗസറും ഇട്ടുകൊണ്ട് സ്കൂളിന്റെ യൂണിഫോമും ധരിച്ചുകൊണ്ട് കയ്യിൽ ബാഗും വാട്ടർ ബോട്ടിലും തൂക്കിയിട്ട് കയ്യിൽ ചിപ്സും ബിസ്ക്കറ്റും വെച്ചുകൊണ്ട് കല്യാണ പെണ്ണിനെ സ്വീകരിക്കാൻ വേണ്ടി അല്ലാഹുവിനെ കൊഞ്ഞനം കുത്തി നടന്നു പോകുന്ന ചെറുപ്പക്കാരാ, നിങ്ങൾ പറയും, എന്തിനാണ് ഉസ്താദേ നിങ്ങൾ അതിലേക്ക് ഇടപെടുന്നത്? നിക്കാഹ് എന്ന് പറഞ്ഞാൽ ആരാ പഠിപ്പിച്ചത്? നിക്കാഹ് ഇസ്ലാമിന്റെ എന്താ? നിക്കാഹ് അല്ലാഹുവിന്റെ റസൂലിന്റെ സുന്നത്തല്ലേ? വിശുദ്ധ ഇസ്ലാമിന്റെ പൂർത്തീകരണത്തിന്റെ ഭാഗമല്ലേ? ഒരു മനുഷ്യന്റെ വ്യക്തിത്വത്തിന്റെ പരിപൂർണതയല്ലേ? അല്ലാഹുവിന്റെ റസൂല് സപ്പോർട്ട് ചെയ്തതല്ലേ, ദുആ ചെയ്തതല്ലേ? എന്നിട്ട് എന്തേ നിനക്ക് തോന്നിവാസം കാണിക്കുന്നത്? വള്ളി ട്രൗസർ ഇട്ടുകൊണ്ട് പുതുമണവാട്ടിയുടെ കാഴ്ചവട്ടിൽ പോയി കോമാളിത്തരം കാണിക്കുമ്പോ യജമാനനായ പടച്ചവൻ തന്ന നിഅമത്തിനെ ചവിട്ടിപ്പേക്കുകയാണെന്ന് ഈ പേക്കോലങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ മോനെ, അല്ലാഹു വലിയവനാണെന്ന് മനസ്സിലാക്കുക.
ഭൂകമ്പത്തിൽ മണ്ണിനടിയിൽ പെട്ടുപോയ ഒരു മോള് കല്ലും കട്ടയും മണ്ണും ഇടിഞ്ഞു വീണ് കുറെ മണിക്കൂറുകളോളം ബോധം നഷ്ടപ്പെട്ട് ദിവസങ്ങൾക്ക് ശേഷം മണ്ണിനടിയുന്ന പ്രിയപ്പെട്ട പൊന്നുമോളെ ബോധം വരുമ്പോ ആ മോള് രക്ഷപ്പെടുത്തിയവരോട് ചോദിക്കുന്നത് ഉമ്മ എവിടെ എന്നല്ല, വാപ്പ എവിടെ എന്നല്ല, എന്റെ വീട് പോയോ എന്നല്ല, ചോദിക്കുന്നതെന്തെന്നറിയോ? എന്റെ എത്ര നിസ്കാരം നഷ്ടപ്പെട്ടു പോയെന്നാണ്. എന്റെ എത്ര നിസ്കാരം നഷ്ടപ്പെട്ടു പോയി, ഞാൻ എത്ര നാള് ബോധമില്ലാതെ കിടന്നു. റബ്ബേ, അല്ലാഹുവേ, ആ മണ്ണിന്റെ നഷ്ടങ്ങളെ പിരിച്ചു കൊടുക്കണേ അല്ലാ. ആ മണ്ണിന്റെ കണ്ണീരിന് പകരം പുഞ്ചിരി കൊടുക്കണേ അല്ലാ. ആ മണ്ണിന്റെ രക്തക്കറകളെ മാറ്റണേ റബ്ബേ. ആ മണ്ണിന്റെ പ്രതിസന്ധികളുടെ പർവ്വതങ്ങള് എത്രയും പെട്ടെന്ന് താണ്ടാൻ ആ രാജ്യത്തിലുള്ളവർക്ക് തൗഫീഖ് കൊടുക്കണേ റബ്ബേ. എന്തൊരു അഹങ്കാരമാണ് നിങ്ങൾ ആലോചിച്ചു. അല്ലാഹെ കളിയാക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരു ചെറിയ രീതിയിലൊക്കെ ചെറുപ്പക്കാരല്ലേ, ചെറിയ ചെറിയ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ചെറിയ ആഘോഷമൊക്കെ ഉണ്ടാവും. ഇസ്ലാമിന്റെ സർക്കിളിനകത്തു നിന്നുള്ള ആഘോഷം മതി നമുക്ക്. അല്ലെങ്കിൽ പിന്നെ നിങ്ങൾ പള്ളിയിൽ നിക്കാഹ് നടത്തിയിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല. കാരണം പള്ളിയുടെ പേരുണ്ടായിട്ട് എന്താ, മരിച്ചിട്ട് പള്ളിയിൽ അടക്കിയാൽ എന്താ, കാണിക്കുന്നൊരു തോന്നിവാസാണെങ്കിൽ പിന്നെ അതിൽ അർത്ഥമില്ലല്ലോ. എൻ്റെ ഈ പേരാൾ കണ്ണൂരിലെ മക്കളോട് പറയാം, സ്നേഹമുള്ള മക്കളോട് പറയാം, ഇനി നിങ്ങൾ ഇവിടെ നിന്ന് കല്യാണം കഴിക്കുമ്പോൾ കൂട്ടുകാരെന്ത് പറയട്ടെ, എൻ്റെ കൂട്ടുകാരനെ കളിയാക്കട്ടെ, പഴഞ്ചനെന്ന് വിളിക്കട്ടെ, ഒരു അനാശാസ്യത്തിന് ഞാൻ നിൽക്കില്ല. നല്ല വസ്ത്രം ധരിച്ചോ, കൂട്ടുകാരെ കൂട്ടിക്കോ, നല്ല ഫുഡ് കൊടുത്തോ, ഒക്കെ ചെയ്തോ. എന്തിനാണ് ഈ കോമാളിത്തരം? അതുകൊണ്ട് എന്ത് നേട്ടമാണ് കിട്ടുക? എന്തെങ്കിലും ഒരു നേട്ടമുണ്ടോ? എന്തെങ്കിലും ഉള്ള ബർക്കത്തൂടി പോകൂലേ? ഭാവിയിൽ ആ പെണ്ണോട്ട് ജീവിക്കണ്ടേ? ഈ കൂട്ടുകാര് വിഷമുണ്ടാകുമ്പോൾ ഉണ്ടാവില്ല. ക്യാൻസർ വന്ന് കിടന്നാൽ, പേരാൽ കണ്ണൂരിലൊരു ചെറുപ്പക്കാരൻ ക്യാൻസർ വന്ന് കിടന്നു. എത്ര ദിവസം നിങ്ങൾ പോയി കാണും? പറയും, നിങ്ങളെ ചങ്ക് ബ്രോയാണ് കിടക്കണമെന്ന് വെച്ചോ. ഇപ്പൊ ചങ്ക് മാറി, ബ്രോ മാറി, ഇപ്പൊ ബെസ്റ്റിയാണ്. ബെസ്റ്റി, നിന്റെ ബെസ്റ്റിയാണ് കിടക്കുന്നത് ക്യാൻസർ വന്നിട്ട്. ആദ്യത്തെ ദിവസം 2 കിലോ നേന്ത്രപ്പഴമൊക്കെ വാങ്ങിപ്പോവും. എങ്ങനെയുണ്ട് സിയാദെ, കുറവുണ്ടോ? വിഷമിക്കണ്ട, ഞങ്ങളുണ്ട്. അപ്പൊ അവൻ കട്ടിൽ കിടന്നങ്ങനെ കരയടാ, നമ്മുടെ ഫുട്ബോൾ, നമ്മുടെ ക്രിക്കറ്റ്, നമ്മുടെ പേരാൾ കണ്ണൂരിലെ ക്ലബ്ബ്, നമ്മളെ അടിച്ചുപൊളി, നമ്മുടെ സിനിമ, നമ്മുടെ ഉത്സവം ഒക്കെ പോയി. പെട്ടെന്നായിരുന്നു ക്യാൻസർ വന്നത്. വിഷമിക്കണ്ട, ഞങ്ങളുണ്ടോ നിന്റെ കൂടെ. എനിക്കറിയാടാ, നിങ്ങൾ ആര് വെറുത്താലേ നിങ്ങൾ വെറുക്കൂലെന്ന് എനിക്കറിയാം. ഇത് ഫസ്റ്റ് സന്ദർശനാണ്. പിന്നെ ഇവര് 2 ദിവസം കഴിഞ്ഞ് വീണ്ടും വരും. എടാ സുഖാണോ? ആ സുഖാണ്, ചെറിയ ക്ഷീണമുണ്ടാ, ഉറക്കമില്ല, വേദനയാണ്. വിഷമിക്കണ്ട, ഞങ്ങളുണ്ട്. ഇതിങ്ങനെ വരവിങ്ങനെ അകന്നകന്നകന്നു പോകും. മനുഷ്യനാണെങ്കിൽ അകന്നു പോകും, ഉറപ്പാണ്. പിന്നെ 1 മാസം കഴിഞ്ഞ് എല്ലാം പറയും, കാണാനില്ലല്ലോടാ, ഇവിടെ ഫുള്ള് തിരക്കാടാ, നിനക്ക് ഈ കട്ടിലിൽ കിടന്നാൽ മതിയല്ലോ, എന്തൊക്കെ നാട്ടിൽ നടക്കുക, എത്ര കാര്യങ്ങളാ, എത്ര കല്യാണം, എത്ര ഉത്തരവാദിത്വം. ഇപ്പൊ എന്നെ ഗൾഫിൽ വിടാൻ പോകണ വാപ്പ, ഞാൻ അതിന്റെ ചൊറയിൽ ആകെ വിഷമിച്ച് നടക്കുകയാണ്. പിന്നെ 2 മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ വരിക. അപ്പൊ ഈ രോഗിയായ ചെറുപ്പക്കാരൻ ഏകദേശം മെലിഞ്ഞു ഉണങ്ങി, ബ്ലഡൊക്കെ വറ്റി, ആകെ തീരുമാനമായിട്ടുണ്ടാവും. പിന്നെ കുറേ കാലം ഒരു കൂട്ടുകാരൻ കാണൂല മോനെ. തുള്ളിക്കളിച്ചവരും നിക്കറിട്ടവരും ചാടിക്കളിച്ചവരും ഒരുത്തനുണ്ടാവൂല. ആ സമയത്ത് അവന്റെ ഉമ്മ അടുത്തിരുന്ന് ഖുർആൻ എടുത്ത് ഇങ്ങനെ ഓതും, അല്ലാഹ് എന്റെ പൊന്നുമോന്റെ രോഗം മാറ്റി കൊടുക്കല്ല, പാവാണ് പടച്ചോനെ. അവൻ അവിടെ നിന്ന് ഇങ്ങനെ കട്ടിൽ കിടന്നിട്ട് ഇങ്ങനെ ആമീൻ എന്ന് പറയും. ഈ തിളപ്പിന്റെ സമയത്ത് ചിന്തിക്കൂല, രക്തത്തിളപ്പിന്റെ സമയത്ത് ഓർക്കൂല, എങ്ങനെ ആടിത്തിമിർക്കും. അതുകൊണ്ട് ഞാൻ പറയാണ്, ലാ തഫ്റഹ് ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ ഫരീഹ്. ഖാറൂനിനോട് അവിടുത്തെ മുഅ്മിനീങ്ങൾ പറഞ്ഞതാ, നിങ്ങൾ ഒരുപാട് അമിത ആഹ്ലാദം നടത്തരുത്, അത് അല്ലാഹ്ക്ക് അത്ര വലിയ ഇഷ്ടമല്ല. ഒരു പരിധിക്കകത്ത് നിന്ന് ആഘോഷിച്ചു. ആഘോഷത്തിനും കാണുന്നവർക്കൊരു പരിധി ഉണ്ടല്ലോ, ഒരു ലിമിറ്റ്. അല്ലെങ്കിൽ സാഹചര്യം നോക്കുക. ഇതെപ്പോഴാ? ലോകം മുഴുവനും ഒരു രാജ്യത്തിന് വേണ്ടി പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ഞാനിപ്പോ ജാമിയ സമ്മേളനത്തിന്റെ ഫസ്റ്റ് ദിവസം ഞാൻ പോയിരുന്നു. സമസ്തയുടെ ഔദ്യോഗികമായ സ്ഥാപനം ജാമിയ നൂരിയ. വല്ലാത്ത ഹിജാബത്തുള്ള സമ്മേളന രാപ്പകലുകളാണ്. ഞാനവിടെ ജസ്റ്റ് ഒരു ബറക്കത്തിന് എല്ലാ വർഷവും പോകാറുള്ളത് പോലെ പോയി. ഒരു 2 മിനിറ്റ് ഒരു ചെറിയ വിഷയം, വലിയ വിഷയം തന്നു, പക്ഷെ സംസാരിക്കാൻ നേരം ഉണ്ടായില്ല. എനിക്ക് പ്രസംഗത്തിന് പോകണമായിരുന്നു. ഒരു 2 മിനിറ്റ് സംസാരിച്ചു. ആലിക്കുട്ടി ഉസ്താദ് പതാക ഉയർത്തിയതിനു ശേഷം ഒരു ദുആ ചെയ്തു. ആർക്കു വേണ്ടി? തുർക്കിക്ക് വേണ്ടി, സിറിയക്ക് വേണ്ടി. നെഞ്ചു പൊട്ടിപ്പോയി. അതിനാമീൻ പറയും. അള്ളാഹു ആലിക്കുട്ടി ഉസ്താദിന്റെ ഒക്കെ കഴിവ് അപാരമാ പ്രിയപ്പെട്ടവർ. അള്ളാഹു ദീർഘായുസ് കൊടുക്കണം പടച്ചവനെ, ആഫിയത്ത് കൊടുക്കണം റഹ്മാനെ.
അവരെ ഇപ്പൊ നൗഷാദ് ബാഖവിയൊക്കെ സമസ്തയിലൊക്കെ തിരുവനന്തപുരത്ത് സെക്രട്ടറി ആക്കിയെന്ന് പറഞ്ഞാൽ അതിനുള്ള ക്വാളിറ്റി ഇല്ല എന്ന് ദുനിയാവിലുള്ള മുഴുവൻ ആളുകൾക്ക് അറിയാം. അവർ സെക്രട്ടറി ആവാനുള്ള പിന്നെ അവിടെ കുറച്ച് പ്രവർത്തനങ്ങൾ നടക്കട്ടെ എന്ന് പറഞ്ഞ് എടുത്തിങ്ങനെ മറിച്ചിട്ടതാ, അല്ലാതെ ക്വാളിറ്റി നോക്കിയിട്ടൊന്നുമില്ല. അതെനിക്കും ബോധ്യമുണ്ട്. അപ്പൊ അങ്ങനെ ഇട്ടത്. പക്ഷെ ആലിക്കുട്ടി ഉസ്താദ് അങ്ങനല്ലല്ലോ. അവരിങ്ങനെ നല്ല തിളക്കമാണ്, നല്ല തങ്കമാണ്, പത്തരമാറ്റാണ്. ശംസുലമയുടെ പൊരുത്തമുള്ള കണ്ണിയത്തിന്റെ ഉരുത്തമുള്ള മുത്താണ്. അല്ലാഹുവേ ആഫിയത്തുള്ള ആയുസ് കൊടുക്കണേ അല്ലാ, ആഫിയത്തുള്ള ആയുസ് കൊടുക്കണേ അല്ലാ. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, അന്തരീക്ഷം നോക്കണം, സാഹചര്യം നോക്കണം. ആടിത്തിമിർക്കുമ്പോ തുള്ളിച്ചാടുമ്പോ ഇതുപോലെ പൊട്ടിക്കരയുന്ന ഒരു വലിയ സംഘം മറ്റൊരു ഭാഗത്തുണ്ടെന്ന് മറക്കല്ലേ. ഞാൻ മടങ്ങി വരുന്ന വിഷയത്തിലേക്ക്. ഓരോ ഭർത്താക്കന്മാരും മനസ്സിലാക്കേണ്ടുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഉത്തരവാദിത്വമുണ്ട്. അലാ അഹ്ലി ബൈത്തിഹി. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ വിചാരണ ചെയ്യും. നീ നിന്റെ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്, നിന്റെ കുടുംബത്തിന്റെ ഭരണാധികാരിയാണ്. നൗഷാദ് ബാഖവിയെ നാളെ പടച്ചവൻ പിടിച്ചു നിർത്തിയിട്ടൊരു വിചാരണയുണ്ട്. നിന്റെ ഭാര്യയെയും നിന്റെ മക്കളെയും കുറിച്ചുള്ള ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. അവിടെ നീതി നടപ്പാക്കുന്ന, അവരെ സന്തോഷിപ്പിക്കുന്ന, അവർക്ക് അഭയം കൊടുക്കുന്ന, അവരെ ആനന്ദിപ്പിക്കുന്ന, അവരെ ആശ്വസിപ്പിക്കുന്ന ആ ഒരു പ്രതീക്ഷയുടെ കവാടമായിട്ട് നിലകൊണ്ട ഭർത്താവിനോടുള്ള ഒരു വിചാരണയുണ്ട് അല്ലാഹുവിന്റെ ലോകത്ത്. അതുകൊണ്ടാണ് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു, ആ പ്രിയപ്പെട്ടവരല്ലാ, ഇസ്ലാമിക ചരിത്രത്തിലെ രണ്ടാനുമറന്നറിയപ്പെട്ട ഭരണാധികാരിയാണ്, രണ്ടാനുമറന്നറിയപ്പെട്ട ഭരണാധികാരിയാണ്. ആ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തപ്പോൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ, തന്റെ പ്രിയപ്പെട്ട മകനും കാത്തിരുന്നു. ഇപ്പോൾ വിലപിടിപ്പുള്ള വസ്ത്രം കൊണ്ടുവരും. തന്റെ പിതാവ് രാജ്യത്തിന്റെ ഭരണാധികാരി, തന്റെ ഭർത്താവ് രാജ്യത്തിന്റെ ഭരണാധികാരി കാത്തിരിക്കുകയാണ്. ഇനിയെങ്കിലും നല്ല വസ്ത്രം ധരിക്കാ, ഇനിയെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാ. കാത്തിരിക്കുമ്പോഴതാ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരം ഏറ്റെടുത്തിട്ട് കടന്നു വരികയാ. തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുന്നു, പെണ്ണേ, അകത്തിരിക്കുന്ന വസ്ത്രങ്ങളെല്ലാം എടുത്തുകൊണ്ടുവരിക. കുടുംബത്തിനോട് പറഞ്ഞ് അകത്തിരിക്കുന്ന വസ്ത്രമെല്ലാം കൊണ്ടുവരിക. ആ വസ്ത്രം മുഴുവനും കൊണ്ടുവരുന്നു റബ്ബേ. ഭാര്യ വിചാരിച്ചു പുതിയ വസ്ത്രം തരാനാണ്, ഇനി പഴകിയ വസ്ത്രം വേണ്ട, ഇനി പുതിയ വസ്ത്രം തരാനായിരിക്കുമെന്ന് കരുതിയിട്ട് കാത്തിരിക്കുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കുന്നു, എന്തിനാണ് ഈ പഴയ വസ്ത്രങ്ങള്? എല്ലാം കൊടുക്കാനാണ്, പാവങ്ങൾക്ക് വിതരണം നടത്താനാണ്, സാധുക്കൾക്ക് വീതിച്ചു കൊടുക്കാനാണ്. ഇനി ഒരിക്കലും നമുക്ക് രണ്ട് വസ്ത്രത്തിൽ കൂടുതൽ വേണ്ട. ഒന്ന് അലക്കിയിടുമ്പോ മറ്റൊന്ന് ധരിക്കാനല്ലാതെ മറ്റൊരു വസ്ത്രം വേണ്ട പെണ്ണേ എന്ന് പറഞ്ഞു കുടുംബത്തിന്റെ പരലോകത്തെ വിചാരണയെ ഭയന്ന ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു തആല അൻഹു എന്ന പത്തരമാറ്റത്തെ തങ്കം തന്റെ കുടുംബത്തിന് വേണ്ടി നാളെ പരലോകത്ത് പിടിച്ചു നിർത്തുമ്പോ മറുപടി പറയണ്ടേ. എന്റെ പേരാൾ കണ്ണൂരിലെ ചെറുപ്പക്കാരാ, ഭാര്യയെ പ്രദർശന വസ്തുവാക്കിയിട്ട് കാസർഗോഡ് മംഗലാപുരത്ത് കൊണ്ടു നടക്കുന്ന ആണത്തം നഷ്ടപ്പെട്ടു പോയ ചെറുപ്പക്കാരോട് പറയുകയാ, തന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഡാൻസ് കളിക്കാൻ കൂടെ നിർത്തിയിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ റീൽസ് ഇടുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, കഴുകന്മാർക്ക് കൊത്തിവലിച്ചു കൊണ്ടുപോകാൻ തന്റെ ഭാര്യയുടെ ശരീരത്തിന്റെ നഗ്നത പുറത്ത് കാണുന്ന തരത്തില് അങ്ങനെയുള്ള വസ്ത്രം ഒട്ടിപ്പിടിപ്പിച്ചിട്ട് റോഡിലൂടെ പൂരങ്ങളിൽ, ഉത്സവങ്ങളിൽ, കമ്പോളങ്ങളിൽ, ഷോപ്പിംഗ് മാളുകളിൽ, ആഘോഷരാപ്പകലുകളിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരാ, അല്ലാഹുവിന്റെ കോടതിയിൽ നിന്നെ പിടിച്ചു നിർത്തും എന്ന് ഉറപ്പാണ്. അതൊരിക്കലും നീ മറക്കണ്ട. അല്ലാഹുവിന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, വറജുലു റായിൻ അലാ അഹ്ലി ബൈത്തി. അതേ, നാളെ പരലോകത്ത് നിന്നെ കുറിച്ച് അല്ലാഹു ചോദിക്കുന്നതാണ്.
അള്ളാന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രിയപ്പെട്ട സഹാബത്തിനോട് പറയാണ്, ഒരു പുരുഷന്റെ പരിപൂർണത എന്ന് പറയുന്നത് എന്തെന്നറിയുമോ? അൽ ഗൈറത്തു സിഫത്തു കമാലിർ റജുലി. ഒരു മനുഷ്യന്റെ വിശേഷണത്തിന്റെ പരിപൂർണത എന്തെന്നറിയോ? അൽ ഗൈറത്താണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതെന്താണ് നബിയേ, ഞങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ എന്ന് പറയുമ്പോ അള്ളാന്റെ റസൂല് പറയുകയാണ്, തന്റെ പ്രിയപ്പെട്ട ഭാര്യ തെറ്റ് ചെയ്യുമ്പോ രോഷം കൊള്ളുന്ന ഭർത്താവ് തന്റെ പ്രിയപ്പെട്ട ഭാര്യയിൽ ഒരു അന്യപുരുഷന് കാണാനിട വരുന്ന ഒരവസരമുണ്ടായി കഴിഞ്ഞാൽ അവിടെ രോഷം പ്രകടമാക്കുന്ന ഭർത്താവ്, അല്ലാഹുവേ അതൊരിക്കലും നിങ്ങൾ മറക്കല്ലേ. കണ്ണുകൾ മുഴുവനും തന്റെ ഭാര്യയിലേക്ക് ആശ്രയിക്കാൻ വേണ്ടിയിട്ട് അവളെ കൊണ്ട് വളരെ മോശമായ വസ്ത്രം ധരിപ്പിച്ചു കൊണ്ട് നടക്കുന്ന ഒരു ഭർത്താവ്, അതിന് തടസ്സം നിൽക്കുന്ന, അത് വേണ്ട എന്ന് പറയുന്ന, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഭർത്താവാണ് പുരുഷന്റെ വിശേഷണത്തിൽ പൂർണ്ണനെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണിന്റെ വിശേഷണത്തിൽ പരിപൂർണതയെക്കുറിച്ച് പറയുന്നുണ്ട് അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പെണ്ണിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ സൗന്ദര്യമുള്ള ഒരു സ്വഭാവം ഉണ്ടെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയും. നമുക്ക് ബക്കറ്റ് വർഷം നടത്തിയാലോ? കൊണ്ടുവരി. സമയം 12 മണി അറിഞ്ഞില്ലേ? അങ്ങനെ കേട്ടോണ്ടിരിക്കുക അഷ്റഫ് സാഹിബ്. ബക്കറ്റ് കൊണ്ടുവരി. ബിസ്മില്ലാ. സ്ത്രീകളുടെ ഭാഗത്തേക്ക് ബക്കറ്റ് കൊണ്ട് വന്നിട്ടുണ്ടല്ലോ, എല്ലാവരും സഹായിക്കും. ഇച്ചിരി ചൂടുവെള്ളം ഒന്ന് ഒഴിക്കും. പുരുഷന്മാരുടെ ഭാഗത്ത് ബക്കറ്റ് ഉണ്ടോന്നില്ല? കൊണ്ടുവരി, കുഴപ്പമില്ല. ഒരു 3 സലാത്തില്ലേ? ആരും പൊക്കളയില്ല കേട്ടോ, വലിയ പിരിവൊന്നുമില്ല. നമുക്ക് കുറച്ചു നേരം വാതു പറയാലോ, അതുകൊണ്ടാണ് ബക്കറ്റ് കൊണ്ടുവരുന്നതിന് മുമ്പ് ഒരു 3 സലാത്ത്. സല്ലല്ലാഹു അലാ മുഹമ്മദ് മുഹമ്മദ് യാ റബ്ബി സല്ലല്ലാഹു. ഇൻഷാ അല്ലാഹ് ഞാനൊരു സംഭാവന ഇടുമ്പോൾ നിങ്ങളും അതുപോലെ അൽഹംദുലില്ലാ സ്നേഹസാഗരത്തിന് വേണ്ടി ഒരാളൊരു സംഭാവന ഇവിടെ തന്നിട്ടുണ്ട്. അത് ഞാൻ പോക്കറ്റ് വെച്ചപ്പോൾ കണ്ടപ്പോൾ ഓർത്തതാണ്. അള്ളാഹു ഹസൈനാർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞങ്ങളുടെ അളിയൻ ആരാണ്? അളിയനല്ലേ? അള്ളാഹു അദ്ദേഹത്തിൻ്റെ ഉമ്മ ഉപ്പ കുടുംബം എല്ലാവർക്കും അതിൻ്റെ നിഅമത്ത് ചൊരിഞ്ഞു കൊടുക്കട്ടെ. ഞാൻ സദസ്സിലൊന്നും അങ്ങനെ സ്നേഹസാഗരത്തെക്കുറിച്ച് പറയലും പിരിവൊന്നുമില്ല, ഇവിടെയും പറയുന്നൊന്നുമില്ല. പക്ഷെ അദ്ദേഹം എത്രയോ നാളുകൾക്ക് മുമ്പ് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ നിന്ന് നിയ്യത്ത് ചെയ്ത സ്വതക്കയാണ്. അത് അള്ളാഹുവിനെ സാക്ഷി നിർത്തി പറഞ്ഞ കരാറായതുകൊണ്ട് അത് ഇന്ന് അദ്ദേഹം പൂർത്തീകരിച്ചതാണ്. വല്ലാത്തൊരു ഈമാനാണ് അതൊക്കെ. അള്ളാഹുവെ അർഹമായ കൂലി കൊടുക്കണേ റബ്ബേ. ആ ഉമ്മ ഉപ്പ, ആ സഹോദരൻ, ഭാര്യ, മക്കൾ, കുടുംബം, അവരുടെ എല്ലാ പ്രശ്നങ്ങളും റബ്ബെ നീ പരിഹരിച്ചു കൊടുക്കണം പടച്ചോനെ. അഷ്റഫ് സാഹിബിൻ്റെ കുടുംബക്കാരാണ്, അളിയനാണ്. അഷ്റഫും മൊയ്തീൻ ഒക്കെ അവിടെയായിരുന്നു ഭക്ഷണം. വളരെ രുചികരമായ, സാധാരണ ഈ ഭാഗത്ത് വരുമ്പോൾ എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം കുറവായിരിക്കും. കാരണം കാസർഗോഡത്തെ സ്റ്റൈലായിരിക്കുമല്ലോ. അത് നിങ്ങൾക്കായിരിക്കും ഇഷ്ടപ്പെടുക, നമ്മളിങ്ങനെ നിരന്തരം. പക്ഷേ ഇന്ന് അങ്ങനല്ല, ഞങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഭക്ഷണമായിരുന്നു. അള്ളാഹു ഒരുപാട് കഴിക്കാനൊന്നും പറ്റിയില്ല, യാത്രയും പിന്നെ രാത്രി അങ്ങനെ കഴിക്കൽ കുറവാണ്. ശരീരം കാണുമ്പോൾ നമുക്കറിയാലോ. അപ്പം അങ്ങനെ യാത്രയൊക്കെ അല്ലേ, എന്നാലും കുറച്ച് കഴിച്ചു. അൽഹംദുലില്ലാ ഉസ്താദുമാരൊക്കെ കഴിച്ചു. ഇസ്മായിൽ ഉസ്താദൊന്നും വന്നില്ല എന്ന് പറഞ്ഞു, ബാക്കി കുറച്ചവരൊക്കെ ഉണ്ട്, ഇവിടെ ഉണ്ട്. അൽഹംദുലില്ലാ അള്ളാഹു അത് തയ്യാറാക്കിയവർക്ക് വലിയ ഇസ്സത്തും ബറക്കത്തും കൊടുക്കട്ടെ. ഭക്ഷണത്തിൽ വിശാലതയും അഭിവൃദ്ധിയും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് സംഘാടകർ നിങ്ങളുടെ മുന്നിലേക്ക് ബക്കറ്റ് കൊണ്ടുവരുമ്പോൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാനുഭാവൻ, ഒരുപാട് കറാമത്തുകളുള്ള, ഒരുപാട് അത്ഭുതങ്ങളുള്ള, എത്രയോ ദൂരത്ത് നിന്നൊക്കെ ആളുകൾ സിയാറത്തിന് വരുന്നുണ്ട്. എല്ലാ ദിവസവും ചക്കരക്കഞ്ഞി ഉണ്ട് ഇപ്പോൾ അല്ലേ, നിരന്തരം ചക്കരക്കഞ്ഞി. അതാണ് ഇവിടുത്തെ ഇജാബത്തിൻ്റെ, അബൂലിയത്തിൻ്റെ, അസറിൻ്റെ ഒരടയാളം അതാണ്. അള്ളാഹുവേ അത് നിലനിർത്തണം പടച്ചോനെ. ലക്ഷക്കണക്കിന് രൂപ വരുമാനവും അതുപോലെ ചിലവുമുള്ള ഒരു വലിയ മഹല്ലും പ്രദേശവും ഇവിടെ വരാൻ കഴിഞ്ഞതിലും ഇവിടെ എത്താൻ കഴിഞ്ഞതിലൊക്കെ വലിയ സന്തോഷം. അൽഹംദുലില്ലാ. സംഘാടകർ പാവം, വേറൊരു ജോയിന്റ് കൺവീനർ അക്ഷരമുണ്ട്, ടെൻഷൻ അടിച്ച് ആയിരിക്കണം സാധനം ഇവിടെ. ഇരിക്കണം, നിങ്ങൾ കയറിയില്ല. പുട്ടുപോലെ ഇരുന്ന ആളാ, പരിപാടി തുടങ്ങിയതിന് ശേഷം ഇഡ്ഡലി പോലെ ആയിപ്പോ, ചെറുതായി ടെൻഷൻ അടിച്ച് തീർന്നു പാവം. വെളിയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു ശല്യമില്ല. വിടിച്ചിട്ട് എവിടെ എത്തി? ട്രെയിൻ എവിടെ എത്തി? താമസിക്കരുത് കേട്ടോ,
കാസർഗോഡ് താമസിക്കരുത്. ഞാൻ പറഞ്ഞു ട്രെയിൻ വിടുന്ന ഞാനല്ലോ, ഞാൻ അകത്ത് കിടക്കുക, അതൊന്നും പറഞ്ഞാൽ പറ്റൂല, കറക്റ്റ് ടൈമിലെത്തണം. മനുഷ്യ ട്രെയിൻ കാസർഗോഡ് എത്തിക്കോട്ടെ, പറ്റൂല, കാസർഗോഡ് എത്തണമല്ല, നിങ്ങൾ ഇവിടെ എത്തണം. അങ്ങനെ പറഞ്ഞു വരാനാ. എൻ്റെ വാപ്പാടെ പേര് അസൈനാർ എന്നാണ്, മുതുകാടെന്നല്ല. എന്താ ചെയ്യ, പാവം. അല്ലാഹുവേ കഷ്ടം, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. പാവങ്ങളല്ലേ ഈ മഖാമും പരിപാടിയൊക്കെ അവരുടെ ജീവിതത്തിന്റെ ഒരു വലിയ ആഘോഷമാണ്. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്ന ഒരു വലിയ പരിപാടിയാണ്. ഇവരൊക്കെ ഇരുന്ന് ചിരിക്കുമെങ്കിലും ഇന്ന് ഞാൻ വരാൻ അരമണിക്കൂർ താമസിച്ചെന്ന് ഞാൻ പാപ്പടം ഇടിച്ച് ഇഞ്ചി പരുവാക്കിയാണ്. എന്നിട്ട് എല്ലാവരും ചിരിക്കാനൊക്കെ ആളുണ്ടാവും, പക്ഷെ പ്രയാസം വരുമ്പോൾ ഒറ്റയ്ക്കാണുള്ളത്, അത് മൂപ്പർക്കറിയാം. പിന്നെ അതുപോലെ തന്നെ സംഘാടകരോട്, എനിക്ക് മൊത്തത്തിൽ സംഘാടകരോട് പറയാനുള്ള ഒരു കാര്യം, ഈ ഡേറ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഡയറക്റ്റ് വിളിക്കുക. നിങ്ങളുടെ മഹലിൻ്റെ പ്രസിഡന്റും സെക്രട്ടറിയും സംഘാടകരൊക്കെ അല്ലേ, ധൈര്യമായിട്ട് നിങ്ങൾക്ക് വിളിക്കാലോ. നൗഷാബാക്കവിയല്ലേ, എൻ്റെ നമ്പറിൽ വിളിച്ചാൽ കിട്ടൂല നിങ്ങളോട് ആരാ പറഞ്ഞത്? വാട്സപ്പിൽ ബന്ധപ്പെടാമല്ലോ, ഞങ്ങൾ പേരാക്കണ്ണൂരിലെ സംഘാടകരാണ്, അവിടുത്തെ പ്രസിഡന്റ് ഇന്ന ആളാണ്, അഷ്റഫാണ്, അബ്ദുള്ള ഹാജിയാണ്. എന്തൊരു സന്തോഷമാവും നമുക്ക്. ഇതിങ്ങനെ കാസർഗോഡുള്ള എല്ലാ കുട്ടികളെയും വിളിക്കും, ബാക്കിയവരുടെ ഡേറ്റ് വാങ്ങിത്തരുമോ, ബാക്കിയവരുടെ ഡേറ്റ് വാങ്ങിത്തരാം. നിങ്ങളുടെ ഇജ്ജത്തിനല്ലേ ബാധിക്കുന്നത്, നിങ്ങളല്ലേ മോശക്കാരാവുന്നത്. നിങ്ങൾ ഈ ചെറുപ്പക്കാരുടെ മുമ്പിൽ നിങ്ങൾ പോയി കുനിഞ്ഞിരിക്കണ്ടേ? പള്ളിയിൽ ഇത്രയും വലിയ മഹലിന്റെ ഉറൂസ് നടത്തുന്ന സംഘാടകർ കാസർഗോഡത്തെ ചെറിയ ചെറിയ കുട്ടികളെ മുമ്പ് പോയി ഇങ്ങനെ നിൽക്കണം, ബാക്കിയവരുടെ ഡേറ്റ് തരുമോ, ബാക്കിയവരുടെ ഡേറ്റ് തരുമോ. എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുക? മോശമല്ലേ അത്? നിങ്ങൾക്കൊരു ഇജ്ജത്തുണ്ട്, ബാക്കിയവ കിട്ടിയില്ലെങ്കിൽ വേണ്ട പോട്ടെന്ന് വിചാരിക്കണം. വേറെ ഉസ്താദന്മാരോടല്ലേ പ്രസംഗിക്കാൻ? എന്താണ് നിങ്ങൾ കരുതിയത്? ഉസ്താദന്മാരുടെ കാല. ഒരു ഉസ്താദും ഡേറ്റ് തന്നില്ല എന്ന് പറഞ്ഞാൽ ആകാശമൊന്നും ഇടിഞ്ഞു വിടൂല. എത്ര 100 കണക്കിന് ആലിമ്യങ്ങളുള്ള കാലമാണ്. എത്ര പ്രഭാഷകർ, ഡിഗ്രി എടുത്തിറങ്ങുന്ന എല്ലാം പ്രഭാഷകരാണ്. ചെവിയിൽ വെക്കണതുണ്ട്, തലയിൽ വെക്കണതുണ്ട്, ഷാളിട്ടതുണ്ട്, തൊപ്പിയിട്ടതുണ്ട്, വട്ടക്കെട്ടുണ്ട്, കെട്ടാത്തതുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ജൂനിയർ ബാക്കവി, ജൂനിയർ കാസിമി, ജൂനിയർ സക്കാഫി എല്ലാവരും ഉണ്ട്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, നിങ്ങൾക്ക് ഇഷ്ടം പോലെ ഉസ്താദന്മാരെ കിട്ടും. അടിപൊളി വാളാ, പണ്ടത്തെ പോലെ ഒന്നുമല്ല. അപ്പൊ നിങ്ങൾ എന്തിനാ ടെൻഷൻ അടിക്കുക? എനിക്ക് സന്തോഷം, ഡയറക്റ്റ് വിളിക്കുക, അസ്സലാമു അലൈക്കും ഉസ്താദേ, ഞങ്ങൾ പേരാണ്. എന്തോ ഒരു റാഹത്താണ്. അതാവുമ്പോൾ ഒരു ബുദ്ധിമുട്ടൊന്ന് ക്യാൻസൽ ചെയ്യണമെങ്കിൽ നിങ്ങളെ തന്നെ വിളിച്ചാൽ മതിയല്ലോ. അസ്സലാമു അലൈക്കും, ഞാൻ വരില്ല, അസ്സലാമു അലൈക്കും പറയാം. ഇത് നിങ്ങൾ ആ പാവപ്പെട്ട ഡേറ്റ് തന്നവനെ പിടിച്ച് ഡേറ്റ് തന്നിട്ട് അവൻ ടെൻഷൻ അടിച്ച് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ പോയി കിടക്കുമോ ജയിലിൽ? അതുകൊണ്ട് ഡയറക്റ്റ് വിളിക്കണം. ഇത് ലൈവ് കാണുന്ന മുഴുവൻ ആളുകളോടും പറയാം, ഡയറക്റ്റ് വിളിക്കണേ പ്ലീസ്. ഒരാളെ ഏൽപ്പിക്കല്ലേ ദയവ് ചെയ്ത്. നിങ്ങൾ പറയും ഏൽപ്പിക്കുമ്പോൾ കൊടുക്കുന്ന എന്തിനാന്ന്? വിളിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളും വെച്ച് നമ്മൾ കൊടുത്തു പോണതാണ്. കൊടുക്കാതൊന്നും ഇരിക്കൂല. ആര് ചോദിച്ചാലും ഉണ്ടെങ്കിൽ കൊടുക്കും, ഇല്ലാന്ന് പറയാൻ അറിയില്ല. അതുകൊണ്ട് ഒഴിച്ചിട്ടിട്ട് പ്രസംഗിച്ചിരുന്നെങ്കിൽ എൻ്റെ ആരോഗ്യം ഇപ്പം എത്രയും ഉഷാറായനെ. 2 ദിവസം പ്രസംഗിക്കുക, 2 ദിവസം റെസ്റ്റ് എടുക്കുക, അങ്ങനെ അതൊന്നും നടക്കൂല. ഞാൻ സമസ്തയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രഭാഷകനാണ്. എൻ്റെ നാട്ടിൽ നിങ്ങളൊന്ന് അന്വേഷിച്ചാൽ അറിയാം, വിശ്രമമില്ല. നാട്ടിലുള്ള ഒരു ദിവസമാണെങ്കിൽ ഒരുപാട് പരിപാടികൾ, സ്ഥാപനം, സ്നേഹസാഗരം, രോഗികൾ, കുഷ്ഠരോഗം, കാഴ്ചയില്ല, ഹിഫ്ളുൽ ഖുർആൻ കോളേജ്, അങ്ങനത്തെ മീറ്റിംഗ്, ഇങ്ങനത്തെ മീറ്റിംഗ് ഒക്കെ ഉണ്ടാവും. അതുകൊണ്ട് റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാവില്ല. അപ്പം നിങ്ങൾ ഡയറക്റ്റ് വിളിച്ചാൽ വലിയ സന്തോഷമല്ലേ? ഈ എത്ര നല്ല സംഘാടകരാണ്, എത്ര മര്യാദയുള്ള സംഘാടകരാണ്. അപ്പൊ ഈ ക്വാളിറ്റി ഓരോ പ്രഭാഷകരോടും നിങ്ങൾ കാണിക്കണം. ഇപ്പൊ നിങ്ങളുടെ നാടിന്റെ പേരും മഹിമയും ഉയരും. അള്ളാഹുവേ, ഈ നാടിനെ നീ അനുഗ്രഹിക്കു പടച്ചോനെ. ഇവിടുത്തെ സംഘാടകർക്ക് ഇസ്സത്ത് കൊടുക്കല്ല. ഒരു മഹാന്റെ ഖാദിമീങ്ങളാണ് പടച്ചോനെ. അള്ളാഹുവേ, ഈ സംഘാടക സമിതി, ഉറൂസ് കമ്മിറ്റിയും പള്ളി ജമാഅത്ത് കമ്മിറ്റിയും അവരുടെ കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ട മാതാപിതാക്കളുടെ ഖബർ വിശാലമാക്കി കൊടുക്കല്ല. അവരെ മക്കളെ സ്വാലിഹീങ്ങളാക്കല്ല. ഈ മഹാനുഭാവന്റെ പൊരുത്തവും തണലും അള്ളാഹുവേ എന്നും ഈ പ്രിയപ്പെട്ടവർക്ക് നീ ഒരുക്കി കൊടുക്കണേ റബ്ബേ. എനിക്ക് തരാൻ ഈ ദുആ അല്ലാതെ വേറൊന്നുമില്ല. അത്ര സന്തോഷമാണ്. ഈ ഒരുക്കത്തിന് എത്ര ദിവസം വേണം, ഈ പന്തൽ കെട്ടാൻ, ഈ അലങ്കരിക്കാൻ. എത്ര ചെറുപ്പക്കാർ കിലോമീറ്ററുകളോളം വോളണ്ടിയർമാരായി കാത്തു നിൽക്കുന്നു. ഇതൊക്കെ ചെറിയ കാര്യമാണോ? അവരെ വിയർപ്പൊഴുക്കുന്നു, അവർ കഷ്ടപ്പെടുന്നു. ഒരു ചെറുപ്പക്കാരൻ മറിഞ്ഞു വീഴുമ്പോൾ അവൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു, വണ്ടി ബ്ലോക്കാകാതെ തടഞ്ഞു, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം. ഇതൊക്കെ ഒരു വലിയ സംഭവമാണ്. അള്ളാഹുവേ, അർഹമായ കൂലി ഈ സംഘത്തിനും ഈ പരിശ്രമിക്കുന്നവർക്കും ഈ വോളണ്ടിയർമാർക്കും മുഴുവനും നീ കൊടുക്കണേ റബ്ബേ. ആമീൻ ആമീൻ. ഒരു 3 സ്വലാത്ത് ഈ ബക്കറ്റ് നിങ്ങളുടെ മുന്നിലേക്ക് വിടുമ്പോൾ നിങ്ങൾ കാര്യമായി സഹായിക്കണം. നിങ്ങളുടെ പൈസ ഒന്നും പള്ളിക്ക് ആവശ്യമില്ല എന്നൊന്നുമല്ല, വരുമാനം ഉണ്ടാവും. പക്ഷെ അങ്ങനല്ല, നമ്മുടെ പൈസ കൊണ്ട് ഉറൂസിനൊരു കാര്യം നടക്കട്ടെ. അത് നമ്മുടെ ബറക്കത്താണ്, നമ്മുടെ ബറക്കത്താണ്. അതാ ഒരു സഹോദരൻ കണ്ടില്ലേ, ജുനൈദ് നായന്മാർ മൂല 1 കിൻഡൽ അരി. കുലു തക്ബീർ. അതൊക്കെ മരതകമാണ്. ഇവിടത്തെ കൊടുത്താൽ ഗുണമുണ്ടാകുമെന്ന് ബോധ്യമുള്ള ചെറുപ്പക്കാരനാണ്. അള്ളാഹു കബൂലാക്കണേ റബ്ബേ. അൻസാർ കോരിത്തളം 50 കിലോ അരി. കുലു തക്ബീർ. അള്ളാഹുവെ, അർഹമായ കൂലി കൊടുക്കണേ അല്ലാഹ്.
അദ്ദേഹത്തിന് ഈ പൈസ കൊണ്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അദ്ദേഹത്തിന് അറിയാം ഇവിടെ അതിൻ്റെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം, അതുകൊണ്ടുണ്ടാകുന്ന അഭിവൃദ്ധി, അത് കൊടുക്കുമ്പോൾ ഔലിയാക്കളുടെ മേഖലയിൽ കൊടുത്താൽ അവർ തിരിച്ച് ഞങ്ങൾക്കൊരു തരലുണ്ടാവും. അത് വലിയ നേട്ടമാണ്. അതുപോലെ കണ്ണൂർ UAE പ്രവാസി കൂട്ടായ്മ 35 കിൻഡൽ അരി, 35 കിൻഡൽ അരി ഒരു കൂട്ടായ്മയാണ്. ഈ മഹാന്റെ കറാമത്തറിയുന്ന, ഇതൊരു വാപ്പയാണെങ്കിൽ അതിന്റെ മടിത്തട്ടിൽ കിടക്കുന്ന, ഇതൊരു ഉമ്മയാണെങ്കിൽ ആ ഉമ്മയുടെ തലോടൽ കുതിക്കുന്ന മക്കളാണ്. അല്ലാഹുവേ, ഈ സംഘത്തെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ, എവരെ നീ സഹായിക്കണേ അല്ലാ. ഉറൂസിന് വേണ്ടി, ഈ അരി വിതരണത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി അരി സ്വതക്ക ചെയ്ത പ്രിയപ്പെട്ടവർക്ക് ഒരിക്കലും 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 നീ ദാരിദ്ര്യം കൊടുക്കല്ല അല്ലാ, കഷ്ടപ്പാട് കൊടുക്കല്ല അല്ലാ, പ്രയാസം കൊടുക്കല്ല റബ്ബേ, പ്രതിസന്ധി കൊടുക്കല്ല അല്ലാ. അല്ലാഹുവേ, അഭിവൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും കവാടങ്ങളെ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ബക്കറ്റ് കൊണ്ടുവരും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്, യാ റബ്ബി സല്ലി അലൈഹി വസല്ലം. അല്ലാഹുവേ, ഈ കൊണ്ടുവരുന്ന ബക്കറ്റിലേക്ക് സ്വതക്ക ഇടുന്നവരെ ഈ പ്രിയപ്പെട്ട വലിയന്റെ തണലിലാക്കണേ അല്ലാ, അവിടുത്തെ പൊരുത്തത്തിലാക്കണേ റബ്ബേ. രോഗം മാറാൻ വേണ്ടി സ്വതക്ക ചെയ്യുന്നവരുടെ രോഗം മാറ്റിക്കൊടുക്കണേ റബ്ബേ. പ്രതിസന്ധികളും പ്രയാസങ്ങളും നീങ്ങാൻ വേണ്ടി ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ അല്ലാഹുവേ, അത് നീ മാറ്റിക്കൊടുക്കണേ റബ്ബേ. കരുണക്കടലായ പടച്ചോനെ, എല്ലാ ഹൈറും സന്തോഷവും സമാധാനവും നീ ആ പ്രിയപ്പെട്ടവർക്ക് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഈ സ്വതക്ക ചെയ്യുന്നവരെ വലിയ പ്രതിസന്ധികളെ തൊട്ട്, പ്രയാസങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, പരീക്ഷണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, മാരക രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, അപകടങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ, ആപത്തുകളെ തൊട്ട് കാക്കണേ അല്ലാ. അല്ലാഹുവേ, ഈ പ്രിയപ്പെട്ട മജ്ലിസിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ, ഈ മജ്ലിസിന് ഖൈർ കൊടുക്കണേ അല്ലാ, ഈ മജ്ലിസിന് ഖബൂലിയത്ത് കൊടുക്കണേ റബ്ബേ. ആമീൻ, ആമീൻ, ആമീൻ. എല്ലാവരും ചെയ്തു കൊടുക്കുക. സ്ത്രീകളുടെ ഭാഗത്തൊക്കെ ബക്കറ്റ് നേരത്തെ വന്നിട്ടുണ്ടാവും. എല്ലാവരും സഹായിക്കുക ഇൻഷാ അല്ലാഹ്. ഈ മഹലിന്റെ പ്രവർത്തനങ്ങൾ, ഇവിടുത്തെ ദറസൊക്കെ വളരെ മികച്ച രീതിയിൽ മിസ്ബാഹി ഉസ്താദ് കൊണ്ടുപോകുന്നുണ്ട്. മഹലിന്റെ സപ്പോർട്ട്, കമ്മിറ്റിയുടെ സപ്പോർട്ട്, അതിലുപരി ജനങ്ങളുടെ സപ്പോർട്ടും സഹായവും എന്നും ഉണ്ടാവണം. ദറസൊക്കെ നിലച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. പ്രത്യേകിച്ച് മഹാന്മാരുടെ ഹളറത്തിൽ അങ്ങനെ ഒരു ദറസ് ഉണ്ടെങ്കിൽ അത് നമുക്കൊക്കെ വലിയ അഭിമാനമാണ്. അൽഹംദുലില്ലാഹ്, അള്ളാഹു കബൂലാക്കി തരട്ടെ. ഒരു ദുആ വസിയത്ത് കൂടിയുണ്ട്. അഷ്റഫ് മൗവൽ സുല്ലിയയിലുള്ള അനിയൻ പുതിയാപ്പിളയുടെ പെങ്ങൾ 32 വയസ്സ്, ക്യാൻസർ അസുഖം മൂലം ഹോസ്പിറ്റലിലാണ്, ICUവിലാണ്. ഡോക്ടറുമായി കൈവഴിഞ്ഞു. പ്രത്യേകം ദുആ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രിയപ്പെട്ട സഹോദരന് ആഫിയത്ത് പ്രദാനം ചെയ്യട്ടെ. അല്ലാഹു രോഗശാന്തി കൊടുക്കട്ടെ. മാരക രോഗത്തിൽ നിന്ന് അല്ലാഹു അവരെയും നമ്മയും കാത്തിരക്ഷിക്കട്ടെ. യാ ഷാഫി, യാ കാഫി, യാ മുആഫി എന്ന ദിക്റിന്റെ ബറക്കത്തുകൊണ്ട് എല്ലാ ഇസ്സത്തും അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. അജ്മലു ഷൈഇൻ ഫിൽ മർഅത്തി, ഒരു പെണ്ണിൽ ഏറ്റവും അധികം ഭംഗിയുള്ളത് എന്താണ്? ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താണെന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. പെണ്ണേ, ആ സൗന്ദര്യം ഏതാണെന്ന് പറയുമ്പോ, പേരാൾ കണ്ണൂരിലെ പെങ്ങളെ, ആ സൗന്ദര്യം നിനക്കുണ്ടാവണേ, ആ സൗന്ദര്യം നീ ഉണ്ടാക്കിയെടുക്കണേ, ആ സൗന്ദര്യം നിന്റെ ജീവിതത്തിൽ വേണേ. അജ്മലു ഷൈഇൻ ഫിൽ മർഅത്തി അൽ ഹയാ, അൽ ഹയാ. ഒരു പെണ്ണിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭംഗിയുള്ള സൗന്ദര്യമുള്ളത് അവളുടെ ലജ്ജയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ലജ്ജയാണ്, ലജ്ജയാണ്, ലജ്ജ. അൽ ഹയാ. ഒരു പെണ്ണിന്റെ മുഖത്ത് ലജ്ജയുണ്ടെങ്കിൽ അൽഹംദുലില്ലാഹ് അതാണ് ഏറ്റവും വലിയ സൗന്ദര്യമെന്നാണ്. അല്ലാഹുവേ, പുറത്തേക്ക് ഇറങ്ങുമ്പോ ഞാൻ നല്ല
വസ്ത്രം ധരിക്കണം, എന്നെ ഒരുപാട് ചെറുപ്പക്കാർ നോക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു ലജ്ജ, ഒരു നാണം ഒരു പെണ്ണിന് വേണം. നാണവും മാനവുമില്ലാതെ നടുറോഡിൽ കിടന്നു പേക്കൂത്ത് നടത്തി കൂത്താട്ടം നടത്തുന്നവളായി എന്റെ പ്രിയപ്പെട്ടവരെ നീ മാറിപ്പോകരുത്. ആണിനും ലജ്ജ വേണം, പെണ്ണിനും ലജ്ജ വേണം. പെണ്ണിന് ലജ്ജ അവളുടെ സൗന്ദര്യമാണെന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ലികുല്ലി ദീനിൻ ഖുലുഖുൻ, ദീനിന് എല്ലാ മതത്തിനും ഒരു സ്വഭാവമുണ്ട്. വ ഇന്ന ഖുലുഖുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ സ്വഭാവം എന്നത് അൽ ഹയാ, അത് ലജ്ജയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എല്ലാ ദീനിനും എല്ലാ മതത്തിനും സ്വഭാവമുണ്ട്. ഇസ്ലാമിന്റെ സ്വഭാവം അത് ലജ്ജയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വാക്കുണ്ട് മോളെ, എന്നിട്ട് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞ ഒരു വാക്കുണ്ട്, ഇദാ ലം തസ്തഹി ഫസ്നഉ മാ ശിഅത. നിനക്ക് ലജ്ജയില്ലേ, നിനക്ക് ലജ്ജയില്ലെങ്കിൽ എന്തു വേണമോ ചെയ്തു കൊള്ളുക. ലജ്ജയില്ലെങ്കിൽ നീ തോന്നിയതുപോലെ ചെയ്തു കൊള്ളുക, ലജ്ജയില്ലെങ്കിൽ നീ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളുക എന്ന് അല്ലാഹുവിന്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യമാരോട് ഭർത്താക്കന്മാരോട് പറയുകയാ, നമ്മളൊരു വലിയ തലമുറയുടെ ഫൗണ്ടേഷനാണ്. നമ്മുടെ മക്കൾ നമ്മുടെ കുടുംബത്തിൽ വളർന്നു വരാനുണ്ട്. നമ്മുടെ ഉമ്മയെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്, വാപ്പയെ കണ്ടിട്ടാണ് മക്കൾ പഠിക്കുന്നത്. ആ മക്കൾക്ക് മനസ്സിലാകണം സ്നേഹമെന്തെന്ന് മനസ്സിലാകണം, ഇഷ്ടമെന്തെന്ന് മനസ്സിലാകണം, ഇബാദത്ത് എന്തെന്ന് മനസ്സിലാകണം, അല്ലാഹു ആരെന്ന് മനസ്സിലാകണം. അത് പറഞ്ഞു കൊടുക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്, മദ്രസയിൽ നിന്ന് രണ്ടാമതാണ്. ആദ്യം പറഞ്ഞു കൊടുക്കേണ്ടത് കുടുംബത്തിൽ നിന്നാണ്. കുഞ്ഞ് ജനിക്കുമ്പോ ആ കുഞ്ഞിന്റെ ചെവിയിൽ ബാങ്ക് വിളിച്ച് ഇടത്തെ ചെവിയിൽ ഖാമത്ത് കൊടുത്ത് ഇന്നി ഉഈദുഹാ ബിക വദുറിയതഹാ മിനശ് ശൈത്വാനിർ റജീം എന്ന ആയത്ത് ഓതി ചെവിയിലേക്ക് ഊതി കൊടുക്കുന്ന ആ കടമ മുതൽ അവിടെ നിങ്ങോട്ട് ഭർത്താവും ഭാര്യയും ഒരുമിച്ച് തന്റെ പ്രിയപ്പെട്ട മക്കളിലൂടെ ഒരു നല്ല കുടുംബത്തെ പ്രാപ്തിയാക്കിയെടുക്കാൻ, ഒരു നല്ല കുടുംബത്തെ പേരാൾ കണ്ണൂര് വളർത്തിക്കൊണ്ടുവരാൻ. മക്കൾ വളർന്നു വരുമ്പോ, പടിപടിയായി വളർന്നു വരുമ്പോ അവർക്ക് കൊടുക്കേണ്ടതെല്ലാം കൊടുക്കുക, അവർക്ക് പറയേണ്ടതെല്ലാം പറഞ്ഞു കൊടുക്കുക. കുഞ്ഞുമക്കളെ കൊണ്ട് സ്വലാത്ത് ചൊല്ലിപ്പിക്കുക, കുഞ്ഞുമക്കളെ കൊണ്ട് ഖുർആൻ പഠിപ്പിക്കുക, കുഞ്ഞുമക്കളെ കൊണ്ട് നിസ്കരിപ്പിക്കുക. വാപ്പയും ഉമ്മയും നിസ്കരിക്കുന്നത് മക്കൾ നോക്കിയിരിക്കുക, എന്നിട്ട് അവരതങ്ങോട്ട് പഠിക്കുക. എന്നിട്ട് വാപ്പ ദുആ ചെയ്യുമ്പോ ഭാര്യയും ഭർത്താവും മക്കളും കുടുംബവും ആമീൻ പറയുക. അല്ലാഹുവേ, ഭക്ഷണം കഴിക്കാനായി ഇരിക്കുകയാണ്. ആ സമയത്ത് ഭർത്താവ് പറയുന്നു ഭാര്യയോട് ബിസ്മി പറയാൻ മറക്കല്ലേ. മക്കളോട് പറയുന്നു മക്കളെ ബിസ്മി പറയാൻ മറക്കല്ലേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം പറഞ്ഞില്ലെങ്കിൽ ശൈത്താൻ വന്ന് ഞങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുമെന്ന് ആ പ്രിയപ്പെട്ട ഭർത്താവും ഉമ്മയും പറഞ്ഞു കൊടുക്കുമ്പോ നമ്മുടെ മക്കൾ അത് കേൾക്കുകയാണ്. എന്നിട്ട് നല്ല സ്ഥാപനം നോക്കി മക്കളെ പഠിപ്പിക്കണം. അതേ, അര ട്രൗസർ ഇട്ടുകൊണ്ട് നടക്കുന്ന സ്ഥലത്തല്ല, നഗ്നത പുറത്താക്കി നടക്കുന്ന സ്ഥലത്തല്ല, ആണും പെണ്ണും ഒരുമിച്ച് മടിയിലിരുന്ന് വിജ്ഞാനം നുകരുന്ന സ്ഥലത്തല്ല, കള്ളും കഞ്ചാവും വാരി വിതറുന്ന വിദ്യാലയം എന്നതിന് മദ്യാലയമാക്കിയ സ്ഥാപനത്തിലല്ല. പണം കൊടുത്ത് നിന്റെ മക്കളെ പഠിപ്പിക്കുമ്പോ അല്ലാഹുവിനെ കുറിച്ച് ബോധമുള്ള മര്യാദയുടെ സർക്കിൾ വിട്ടുപോകാത്ത സ്ഥാപനത്തിൽ നിന്റെ മക്കളെ ചേർത്ത് പഠിപ്പിക്കണം കേട്ടോ. മഹല്ലുകളും മദ്രസകളൊക്കെ സ്കൂളാക്കി മാറ്റുക, നല്ല നല്ല സംവിധാനങ്ങൾ ഉണ്ടാക്കി മക്കളെ പഠിപ്പിക്കുക. നല്ല ദീനുള്ള ഒരുപാട് ആലിമീങ്ങളുണ്ട്. ഇപ്പോ ഇൽമു മാത്രമല്ല, 2 വിദ്യാഭ്യാസവും ഉണ്ട്, ബഹുഭാഷാ പണ്ഡിതന്മാരുണ്ട്. നമ്മുടെ ഉസ്താദുമാര് കേവലം കിതാബ് മാത്രം തിരിയുന്നവരല്ല, ഓളശാസ്ത്രം പഠിച്ചവരുണ്ട്, ഭൂമിശാസ്ത്രം പഠിച്ചവരുണ്ട്, സാമൂഹിക ശാസ്ത്രം പഠിച്ചവരുണ്ട്, അഗാധമായ കഴിവുള്ളവരുണ്ട്, പാണ്ഡിത്യമുള്ളവരുണ്ട്, മികവുള്ളവരുണ്ട്. അവരെയൊക്കെ ഉപയോഗപ്പെടുത്തുക. എന്നിട്ട് നമ്മുടെ മക്കളല്ലാ വൃത്തിയുള്ള ശുദ്ധിയുള്ള സ്റ്റാൻഡേർഡുള്ള ബുദ്ധിയുള്ളവരായി നമ്മുടെ മക്കൾ മാറുക. നീ മരണപ്പെട്ടാൽ നിന്റെ സന്തൂക്ക് പിടിക്കുന്ന പൊന്നുമോൻ ദുനിയാവിൽ ഏത് ജോലി ചെയ്യട്ടെ, ഏത് ഉദ്യോഗസ്ഥനാകട്ടെ, ആ പൊന്നുമോൻ തന്റെ നാവ് കൊണ്ട് യാസീൻ വൽ ഖുർആനിൽ ഹകീം
എന്ന് പറഞ്ഞിട്ട് വാപ്പാക്ക് യാസീൻ ഓതുന്ന എല്ലാവരും പിരിഞ്ഞു പോയാലും വാപ്പാന്റെ കബറിന്റെ അടുത്ത് വന്നിരുന്നിട്ട് അല്ലാ നല്ല വാപ്പയായിരുന്നു റബ്ബേ, എന്നെ സ്നേഹിച്ച വാപ്പയായിരുന്നു അല്ലാ, എനിക്ക് അല്ലാഹയെ കുറിച്ച് പറഞ്ഞിരുന്ന വാപ്പയായിരുന്നു അല്ലാ, എനിക്ക് മുത്തുനബിയെ കുറിച്ച് പറഞ്ഞിരുന്ന വാപ്പയായിരുന്നു അല്ലാ, എന്റെ ഉമ്മയെ വല്ലാണ്ട് സ്നേഹിച്ച വാപ്പയായിരുന്നു അല്ലാ. അതുകൊണ്ട് ഈ പ്രിയപ്പെട്ട ഉപ്പാക്ക് പുറത്തു കൊടുക്കണേ എന്ന് പറയുന്ന മകനാവാൻ മകളാവാൻ നമ്മുടെ മക്കളെ നാം വാർത്തെടുക്കണമില്ലെങ്കിൽ കബറിന്റെ അകത്ത് നിനക്ക് സമാധാനം കിട്ടൂല, കബറിന്റെ അകത്ത് നിനക്ക് സ്വസ്ഥത കിട്ടൂല. നിന്റെ മയ്യത്തിന്റെ മുമ്പേ കള്ളുകുടിച്ച് ബോധമില്ലാതെ വന്നു നിൽക്കുന്നതാണ് നിന്റെ പ്രിയപ്പെട്ട മക്കളെങ്കില് അല്ലാഹുവേ വലിയ അപകടം അതിന്റെ പിന്നിലുണ്ട്. ഇപ്പോഴത്തെ കാലം അങ്ങനെയാണ്. അതുകൊണ്ട് ആദ്യം മുതൽ തന്നെ ദുആ ചെയ്യുമ്പോൾ ആദ്യം മുതൽ തന്നെ മക്കളെ ചെവിയിൽ ബാങ്ക് വിളിച്ച് ഇഖാമത്ത് കൊടുത്ത് പഠിപ്പിച്ച് ദിക്റ് ചൊല്ലി സ്വലാത്ത് ചൊല്ലി അവരങ്ങനെ അതിനുവേണ്ടി പ്രാപ്തരാക്കി എടുക്കണം. വലിയ നേട്ടം അതുകൊണ്ട് ഉണ്ടാവും. അൽഹംദുലില്ലാഹ്, വലിയ ഗുണം ഉണ്ടാവും. നമ്മുടെ മക്കൾ മിടുക്കരായി മാറും. ഉമ്മായും ഉപ്പായും എന്ന് പറഞ്ഞാൽ അത്ഭുതമായിട്ട് അവർക്ക് മാറും. ആ രീതിയിൽ വേണം. ഇപ്പൊ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ ലോകത്തുനിന്ന് വിട പറയുമ്പോൾ ആ ഉമ്മ കൊടുത്ത സ്നേഹം മുഴുവനും ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ ഹൃദയത്തെ കീഴടക്കിയിട്ടുണ്ടായിരുന്നു, തളർത്തിക്കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നാലും അൽഹംദുലില്ലാഹ് അത്ഭുതത്തോടുകൂടി അതിശയത്തോടുകൂടി ആ മഹദി നോക്കിയിരുന്നല്ലോ. അള്ളാഹുവേ പടച്ചവനെ, നമ്മുടെ മക്കളെ നീ നല്ലതാക്കണം റഹ്മാനെ. കുടുംബജീവിതത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദുആ, ഇനി 2-3 പ്രാർത്ഥന പറയാണ്, ഇതിവിടെ പറഞ്ഞിട്ട് ദുആ ചെയ്യുക. 2-3 പ്രാർത്ഥനകൾ, ഈ പ്രാർത്ഥനകൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മറക്കരുത്. ഒന്ന് നമുക്കൊക്കെ അറിയുന്ന ഖുർആനിലെ പ്രാർത്ഥന, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഒന്ന് ഈ ദുആയാണ്. ഇത് ഒരുവിധം ചില ആളുകൾക്കൊക്കെ അറിയും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അറിയില്ലെങ്കിൽ പഠിക്കാം. ഖുർആൻ ആയത്ത് കൂടിയാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമാ. ഈ ദുആ ചെയ്യുന്നവരുടെ ഭാര്യയും മക്കളും, ഭാര്യയാണ് ചെയ്യുന്നതെങ്കിൽ ഭർത്താവും മക്കളും, മക്കളാണ് ചെയ്യുന്നതെങ്കിൽ വാപ്പയും ഉമ്മയും അവരും മുത്തഖീങ്ങളാകുമെന്ന് ഉറപ്പാണ് മുഫസ്സിരീങ്ങൾ പറയുകയാണ്. അവരെ മുത്തഖീങ്ങളാക്കും, അത് ഉറപ്പെന്നാണ്. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുറത അയ്യുനിൻ വജ്അൽനാ ലിൽമുത്തഖീന ഇമാമ. ഇനി 2 ദുആ കൂടിയുണ്ട്. 2 ദുആ. രണ്ടാമത്തത് ഫാത്തിമ റളിയല്ലാഹു അൻഹയോട് അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ നീ ഒരു പരിഭവം പറയാത്തതെന്തേ ഫാത്തിമ? കുടുംബജീവിതത്തിന്റെ റാണിയായി രാജ്ഞിയായി ഈ ചോർന്നൊലിക്കുന്ന ഈന്തപ്പനെ പോലെ കൊണ്ട് നിർമ്മിച്ച കുടിലിന്റെ അകത്ത് ഇത്ര പുഞ്ചിരിച്ചുകൊണ്ട് കഴിയാൻ നിനക്കെങ്ങനെ കഴിയുന്നു ഫാത്തിമ? പേരാൾ കണ്ണൂര് വന്ന ഭാര്യമാരെ, ഒരു ദുആ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ്. ഇനി ഒരിക്കലും മറക്കരുത്. എത്ര കാലം കഴിഞ്ഞാലും ഈ ദുആ നിന്റെ കൂടെ ചേർത്ത് വെക്കണം. നിന്റെ പൊന്നാര ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തതാണ്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഫാത്തിമ എങ്ങനെയാണ് നിനക്കിതിന് കഴിയുന്നത്? എത്ര സന്തോഷമാണ് ഫാത്തിമ നിന്റെ മുഖത്ത്, എത്ര ആനന്ദമാണ് ഫാത്തിമ നിന്റെ മുഖത്ത്. മക്കൾക്ക് പാല് കൊടുക്കാൻ കഴിയാതെ മാറിടം പോലും വറ്റിപ്പോയെന്ന് ചരിത്രം പറയുന്നുണ്ട്. അവിടെ ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുന്നു, അലിയ തങ്ങളെ, അല്ലാഹുവിന്റെ റസൂല് ഞങ്ങളുടെ നിക്കാഹിന്റെ തലേ ദിവസം എനിക്കൊരു ദുആ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. മോളെ ഫാത്തിമ, കല്യാണം കഴിഞ്ഞ് പുതുമണവാളൻ അലിയ തങ്ങളുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോ, ആ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോ ഈ ദുആ നീ മറക്കല്ലേ ഫാത്തിമ. എന്നും ഈ ദുആ നീ ചൊല്ലണേ. ഒരു ദിവസത്തേക്കല്ല, 2 ദിവസത്തേക്കല്ല ഫാത്തിമ. ഒരു നല്ല ഭാര്യയാകാൻ, ഒരു നല്ല ഭർത്താവിനെ കിട്ടാൻ, ഒരു നല്ല വീടുണ്ടാവാൻ, അഭിവൃദ്ധി ഉണ്ടാവാൻ, മനസ്സിന് ഈമാനിക ശക്തി ഉണ്ടാകാൻ ഈ ദുആ നീ മറക്കല്ല ഫാത്തിമ.
പേരാൾ കണ്ണൂരില് ഈ വർഷത്തെ ഉറൂസിന് വന്ന് 10ാമത്തെ ദിവസത്തിന്റെ പ്രസംഗത്തിന്റെ രാത്രിയിൽ ഈ സദസ്സിൽ വന്നിരിക്കുന്ന മുഅ്മിനത്തുകളായ പെൺമക്കളെ, നിങ്ങളുടെ കുടുംബത്തിൽ എന്തൊക്കെ സംഭവങ്ങൾ ഉണ്ടാകാം. ഭർത്താവിന് രോഗം വരാ, മക്കള് മരിച്ചു പോകാം, പ്രയാസങ്ങൾ ഉണ്ടാകാം, സങ്കടങ്ങൾ ഉണ്ടാകാം, കടക്കണിയിലകപ്പെട്ടു പോകാം, സാമ്പത്തിക നഷ്ടങ്ങൾ ഉണ്ടാകാം. അവിടെ പിടിച്ചു നിൽക്കണ്ട മോളെ. ഒരു ബ്ലൈഡ് എടുത്തിട്ട് ഞരമ്പ് മുറിക്കലാണോ, അല്ലെങ്കിൽ ഭർത്താവും ഭാര്യയും കൂടി തീരുമാനിക്കുകയാണ് ഭക്ഷണത്തിൽ വിഷം കലർത്തിയിട്ട് ആദ്യം വാപ്പച്ചി കഴിക്കുകയാണ്, പിന്നെ ഉമ്മച്ചി കഴിക്കുകയാണ്, പിന്നെ അല്ലാഹുവേ 3 വയസ്സും 5 വയസ്സും 8 വയസ്സും ഒക്കെ പ്രായമായ പാവപ്പെട്ട പിഞ്ചുമക്കളുടെ വാക്യകത്തേക്ക് ആ ഭക്ഷണം ഉരുട്ടി വെച്ചു കൊടുക്കുകയാണ്. നേരം പുലരുമ്പോ 6 മയ്യത്തുകൾ ഒരു വീട്ടിന്റെ അകത്ത് അങ്ങനെ കിടക്കുന്ന കാഴ്ച കാണണോ മോളെ, കാണണോ മോളെ? ഏത് സമയത്തും നിനക്ക് അല്ലാഹു പ്രതിസന്ധി തരാ, ഏത് സമയത്തും നിനക്ക് അല്ലാഹു പ്രയാസം തരാ. പക്ഷേ തളരല്ല മോളെ. ഭക്ഷണം കഴിക്കാതെ ഫാത്തിമ റളിയല്ലാഹു അൻഹ വീടിന്റെ അകത്ത് ബോധം നഷ്ടപ്പെട്ട് വീണ് കിടന്നിട്ടുണ്ട്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു വീടിന്റെ അകത്ത് തേങ്ങി തേങ്ങി ഉമ്മാ 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 എന്ന് വിളിച്ചുകൊണ്ട് തേങ്ങി തേങ്ങി കരയുമ്പോ ബിലാൽ റളിയല്ലാഹു അൻഹു ഓടി വന്നിട്ട് വെള്ളം കൊണ്ടുവന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മുഖത്ത് കുടഞ്ഞിട്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹക്ക് ഭക്ഷണം തയ്യാറാക്കി കൊടുത്ത ചരിത്രമുണ്ട്. ആ ഫാത്തിമ തങ്ങൾ പറയുകയാണ് അലി തങ്ങളോട്, അലിയേ, എന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ച ദുആ, എന്റെ റസൂൽ എനിക്ക് പഠിപ്പിച്ചു തന്ന പ്രധാനപ്പെട്ട ഒരു ദുആ, അത് ഞാൻ മറന്നിട്ടില്ല അലിയേ. ഇതുവരെ നേരിട്ടതല്ല, ഇതിനപ്പുറം വലിയ പ്രതിസന്ധി വന്നാലും ആ ദുആ എനിക്കും എന്റെ കുടുംബത്തിനും കാവലാണ്. പേരാൾ കണ്ണൂരിലെ ഉമ്മ, നിന്റെ മക്കൾക്ക് കാവലായി, നിന്റെ ഭർത്താവിന് കാവലായി, നിന്റെ കുടുംബത്തിന് കാവലായി. രണ്ടാമത്തെ ദുആ പഠിച്ചു, അല്ലാഹുമ്മ ഗുഫിർലി ദംബി വവസ്സിഇനി ഫീ ദാരി വബാരിക് ലീ ഫീമാ റസഖ്തനി. 3 പോയിന്റുകൾ. ഒന്ന്, അല്ലാഹുമ്മ ഗുഫിർലി ദുനൂബി. അറിയാം, ആർക്കും അറിയാം. ഇത് പെണ്ണിന് മാത്രം ചൊല്ലാനുള്ളതല്ല കേട്ടോ, നമുക്ക് പിന്നെ അത് പറഞ്ഞിട്ടില്ലല്ലോ. മൗലിദ് താത്ത ഓതിക്കോളും, ഖുർആൻ പെണ്ണ് ഓതിക്കോളും, നിസ്കാരം അവർ നടത്തിക്കോളും, എല്ലാം അവരാ. നമ്മളിങ്ങനെ ചെല്ലുക, ഭക്ഷണം കഴിക്കുക, കുമ്പ തടവുക, ഇച്ചിരി നേരം TV കാണുക. ഇറാഖിൽ എന്താണ്, തുർക്കിയിൽ എന്താണ്, അമേരിക്കയിൽ എന്താണ്, കേരളത്തിന്റെ നോക്കണ്ട, പോക്ക് കേസ് തന്നെയല്ലോ. അപ്പൊ ബാക്കി രാജ്യം മൊത്തം കാണും, സുഖമായിട്ട് കിടന്നുറങ്ങും. ഇതാണ് നമ്മുടെ പരിപാടി. താത്താക്ക് അർറഹ്മാൻ ഓതണം, തഹജ്ജുദ് നിസ്കരിക്കണം, സുബൈക്ക് ശേഷം ദുആ, സുബൈയുടെ സുന്നത്തിന് ശേഷമുള്ള ദിക്ർ, അങ്ങനെ നിരന്തരം. അതുകൊണ്ട് നിങ്ങളുടെ വിചാരം എന്താ, നാളെ മീസാനിൽ നിങ്ങൾക്ക് ഭാരം കൂടാൻ അങ്ങ് ചെന്നാൽ മതി, ചെവന്നുകൊണ്ട് കൂടും. നിങ്ങൾ ചെയ്തതേ നിങ്ങളുടെ മീസാനിൽ ഉണ്ടാവുള്ളൂ, നിങ്ങൾ ചെയ്തതേ നിങ്ങളുടെ സിറാത്തിൽ ഉണ്ടാവുള്ളൂ. ഭാര്യയെ നടിച്ചു മാറ്റാന്ന് വിചാരിക്കണ്ട, അവള് ചെയ്തെങ്കിൽ അവള് വാങ്ങിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. പിന്നെ ഒരു ദുആ അത് സ്വീകരിച്ചാൽ കിട്ടും, അത്ര തന്നെ. എൻ്റെ ഭർത്താവിനെ കാക്കണേ അല്ലാ, ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. അർഹതപ്പെട്ടതാണ് നിങ്ങൾ അതിനെങ്കിൽ അള്ള തരും, ഇല്ലെങ്കിൽ അതും പോക്കാണ്. അതുകൊണ്ട് ഖുർആനൊക്കെ ഒന്ന് തൊട്ടി നോക്ക്. റജബായി, തീരാറായി, ശഅബാൻ വരുന്നു, റമദാൻ പെട്ടെന്ന് വരും, പെട്ടെന്ന് പോകും. ഖുർആനൊക്കെ പൊടിയൊക്കെ തട്ടി നിവർത്തി വെച്ച് നോക്ക്. കഴിഞ്ഞ 27-ാം രാവിന് ചന്ദനത്തിരി അടയാളം വെച്ചത് അങ്ങനെ തന്നെ ഇരിക്കുന്നുണ്ടാവും അതിനകത്ത്. അതൊക്കെ എടുത്ത് നിവർത്തി നോക്കി, പൊടിയൊക്കെ തട്ടി മുത്തൊക്കെ കൊടുത്ത്, അല്ലാഹ് മാപ്പാക്കണ റബ്ബേ, അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ വഫിഖ്നാ ലിസ്സിയാമി വൽ ഖിയാമി വതിലാവത്തിൽ ഖുർആൻ എന്നൊക്കെ ദുആ ചെയ്തു. അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അത് മറക്കണ്ട. അപ്പൊ ഈ ദുആ നിങ്ങളും പഠിച്ചു, നിങ്ങളും പഠിച്ചു. അല്ലാഹുമ്മ ഗുഫിർലി ദംബി, എന്റെ പാപങ്ങളെ പൊറുക്കണേ റബ്ബേ, എന്റെ പാപങ്ങളെ പൊറുക്കണേ റബ്ബേ. എന്റെ കുടുംബത്തിൽ ബറക്കത്ത്, വിശാലത ചെയ്യണേ അല്ലാഹ്. എനിക്ക് വിശാലമാക്കി തരണം ഫിദാരി, എന്റെ വീട്ടിൽ എന്ന് പറഞ്ഞാൽ കുടിസാക്കരുത്, മനസ്സ് കുടിസ. വിശാലം എന്ന് പറഞ്ഞാൽ 10,000 സ്ക്വയർ ഫീറ്റ് തരണമെന്നല്ല. ഭർത്താവിന്റെ മനസ്സ് റാഹത്ത്, എന്റെ മനസ്സ് റാഹത്ത്, മക്കൾക്ക് റാഹത്ത്, പട്ടിണിയാണെങ്കിലും കഷ്ടപ്പാടാണെങ്കിലും ഒക്കെ സന്തോഷം. അതാണ് വസ്യഅലി ഫിദാരി. അതുകൊണ്ടാണ് ഭർത്താവിനും മക്കൾക്കും കൊടുക്കാൻ വെച്ചിരുന്ന കാരക്കയുടെ കീറ്
വിശന്ന വയറാൽ വന്ന് നിൽക്കും പാപി ഞാൻ, നീട്ടുന്ന കൈകളെ തട്ടിടല്ലേ ഫാത്തിമ എന്ന് പാടിക്കരഞ്ഞു വന്ന പാവപ്പെട്ടവന് ആ കാരക്കയുടെ കീറ് കൊടുക്കാനുള്ള മനസ്സ് വന്നത് എന്റെ വീട്ടിൽ നീ വിശാലത തരണം പടച്ചോനെ. മൂന്നാമത്തെ വാക്ക് എനിക്ക് തന്നതിൽ ബറക്കത്ത്. മക്കൾ തന്നെങ്കിൽ അതിൽ ബറക്കത്ത്, ഭർത്താവിനെ തന്നെങ്കിൽ അതിൽ ബറക്കത്ത്, സ്വർണം തന്നെങ്കിൽ അതിൽ ബറക്കത്ത്, വസ്ത്രം തന്നെങ്കിൽ അതിൽ ബറക്കത്ത്, ഭക്ഷണം തന്നെങ്കിൽ അതിൽ ബറക്കത്ത്. അങ്ങനെ 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 ബറക്കത്തില്ലാത്തത് എനിക്ക് വേണ്ട. അങ്ങനെ ദുആ. اللهم اغفر لي ذنبي ووسع لي في داري وبارك لي فيما رزقتني. രണ്ട് ദുആയി. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما. اللهم اغفر لي ذنبي ووسع لي في داري وبارك لي فيما رزقتني.